എബ്രായ ലേഖനം 6 ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ 3 കാര്യങ്ങളാണ് കണ്ടത്. നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, പിന്നെ അതിനു മുമ്പ് അതങ്ങോട്ട് നമ്മൾ വന്നില്ല, അതിനു മുമ്പ് നീതിയുടെ വചനത്തിലുള്ള പരിചയം, പിന്നെ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം. ഈ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുമ്പോൾ എത്ര സ്നാനമുണ്ട്? 2 സ്നാനം. എന്തൊക്കെയാണ്? വെള്ളത്താലും ആത്മാവിനാലും. ജലത്തിലുള്ള സ്നാനവും ആത്മാവിനുള്ള സ്നാനവും, ഈ 2 സ്നാനം മാത്രമേ ഉള്ളൂ. 3-ാമത് 4-ാമത് 5-ാമതൊന്നും വേറെ സ്നാനങ്ങളില്ല. അത്രയും കൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. കൈവെപ്പ്. ഈ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം വളരെ വിശദമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. എന്തിനാ സ്നാനപ്പെടുന്നേ? പോരാ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തിൻ്റെ എന്ന് പറഞ്ഞെന്താ അർത്ഥം? കർത്താവേ, നിൻ്റെ മരണത്തിൻ്റെ ഒരു പങ്ക് എനിക്കും തരണേ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്നാനപ്പെടുന്നത് അല്ലേ? അല്ല, വായിച്ചു നോക്കിയേ, റോമർ 6:3. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൻ്റെ പങ്ക് പറ്റാൻ, ഒരു ഷെയർ വാങ്ങിക്കാൻ വേണ്ടി സ്നാനപ്പെട്ടതായിരുന്നു. ആയിരുന്നോ? ഞാൻ സ്നാനപ്പെടുമ്പോൾ എനിക്കിതൊന്നും അറിയാൻ മേലായിരുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത്, ഈ മരണത്തിൻ്റെ ഷെയർ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, കർത്താവെ അന്ന് ചോദിച്ചു വാങ്ങിച്ചതാണല്ലോ. അപ്പോൾ യേശുവിനോട് ചേരണമെങ്കിൽ എവിടെ ചേരണം? അവൻ്റെ മരണത്തിൻ്റെ ഒരു പങ്ക് ചോദിച്ചുകൊണ്ട് ചേരണം. വേറൊരു വഴിയില്ല. രോഗികളെ സൗഖ്യമാക്കുന്ന എൻ്റെ തലവേദന മാറി, അതുകൊണ്ട് ഇനി യേശുവിൻ്റെ ആളാന്ന് പറയാൻ പറ്റിയല്ല. കാൽവരി ക്രൂശിലെ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഞാനും ഉണ്ടായിരുന്നത് കൊണ്ട് ജുഡീഷ്യലി ഞാനവിടെ ഇല്ല കേട്ടോ, ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ബൈ ഗോഡ്സ് എലക്ഷൻ ഓഫ് ഹിസ് ബിലീവേഴ്സ്, വിശ്വസിക്കുന്നവരെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ യാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചു. അപ്പോൾ ആ മരണത്തിൻ്റെ പങ്കാണ് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൻ്റെ ഷെയർ ചോദിക്കാൻ വേണ്ടി സ്നാനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ പഴയ പ്രകൃതം, പഴയ സ്വഭാവം മരിച്ച് അല്ലേ, അതില്ലാതായി അകത്തെ മനുഷ്യൻ വെളിയിൽ വരുന്ന പോലെ നമ്മൾ ഓരോ ദിവസവും ആ പങ്ക് ചോദിക്കുക. ഇതെങ്ങനെ ഈ മരിക്കുക? നിങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കായിരിക്കും ചത്തുപോകുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തോൽവികൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിലാണ് മരണം എന്ന് പറയുന്നത്. ചെറുതായിട്ട് നമ്മൾ അനുഭവിച്ച് തുടങ്ങുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ആർഗ്യുമെൻ്റാണ്. ഭാര്യ പറയാം, ഞാൻ മരിച്ചതല്ലേ കർത്താവിൻ്റെ കൂടെ, വിട്ടുകൊടുത്തു. അതൊരു കുഞ്ഞു മരണമാണ്. അതല്ലേ സഹിക്കാൻ പറ്റാത്ത. ഭർത്താവിൻ്റെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും അവർക്ക് പരസ്പരം തോക്കാൻ ഒട്ടും ഇഷ്ടമില്ല. കാരണം ഈ തോറ്റ് ജയിച്ചാക്കുന്ന ആളുടെ മുഖം പിന്നെയും കണ്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്ത് ജയിക്കാനേ ഈ ഭാര്യയും ഭർത്താവും തീരുമാനിക്കുകയുള്ളൂ. എവിടെയെങ്കിലും വെച്ച് ഭർത്താവ് തീരുമാനിക്കുകയാണ് ഞാൻ മരിച്ചു. അതാ മരണത്തിൻ്റെ പങ്കാളിത്തം. ഞാൻ മരിച്ചു, എൻ്റെ ആർഗ്യുമെൻ്റ് ആയിരുന്നു ശരി, അവൾ പറയുന്ന മണ്ടത്തരോ ആയിക്കോട്ടെ, ഞാൻ മരിച്ചു, ദൈവമേ നീ എന്താണെന്ന് വെച്ചാൽ വെളിപ്പെടുത്തിക്കൊള്ളു, ഐ എം ഗോൺ. ഇതാണ് മരണത്തിൻ്റെ പങ്ക്. ഇതെല്ലാ അവസരത്തിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയണമെങ്കിൽ എൻ്റെ ആ ഒരു മരണത്തിൻ്റെ പങ്ക് ഞാൻ അനുഭവിക്കണം. ഐ ഹാവ് ടു ഡൈ ഹിയർ ടു ദ അപ്രൂവൽ ഓഫ് മെൻ. മനുഷ്യരെന്നെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, അവരെന്നെ ഇകഴ്ത്തുന്നുണ്ടോ പുകഴ്ത്തുന്നുണ്ടോ, എൻ്റെ സഹോദരങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, അവരുടെ മുമ്പിൽ എൻ്റെ റെപ്യൂട്ടേഷൻ പോകുന്നുണ്ടോ, ഇതൊന്നും എന്നെ ബാധിക്കരുത്. കാരണം ഞാൻ അതിനോടെല്ലാം മരിച്ചു. പക്ഷേ ജീവിക്കുന്നത് ദൈവത്തോട് ജീവിക്കുമ്പോൾ പാപത്തോട് മരിച്ചു. അപ്പോൾ ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുകയാണ്, കർത്താവേ നിൻ്റെ മുമ്പിൽ നിൻ്റെ അപ്രൂവൽ, അംഗീകാരം വാങ്ങിക്കാൻ വേണ്ടി ഒരു നല്ല ജീവിതം എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞാൻ പറയുന്നതല്ല കേട്ടോ, ജോർജ് മുള്ളർ പറഞ്ഞ കാര്യമാണ്. ഒരാൾ ചോദിച്ചു, ജോർജ് മുള്ളർ നിങ്ങൾ ജയിക്കാൻ ഇങ്ങനെ ഈ സുവിശേഷ വേലയിൽ ഇത്രയും സക്സസ്ഫുൾ ആകാനുള്ള കാരണം എന്താ? അപ്പോൾ ജോർജ് മുള്ളർ പറഞ്ഞു, ദെയർ വാസ് എ ഡേ വെൻ ജോർജ് മുള്ളർ ഡൈഡ്. ജോർജ് മുള്ളർ മരിച്ചു പോയൊരു ദിവസം ഉണ്ടായിരുന്നു. ഡൈഡ് ടു ജോർജ് മുള്ളറിനോട് മരിച്ചു.
ഡൈഡ് ടു ഓൾ ഹിസ് അംബീഷൻസ്, അവൻ്റെ ആഗ്രഹങ്ങളോട് മരിച്ചു. ഡൈഡ് ടു ദ ഒപ്പീനിയൻ ഓഫ് ദ വേൾഡ് ആൻഡ് അപ്രൂവൽ ഓർ ഡിസപ്രൂവൽ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഓഫ് മൈ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അംഗീകാരത്തോട് മരിച്ചു, സുഹൃത്തുക്കളും സഹോദരങ്ങളും എന്ത് പറയുന്നുള്ളതിനോട് മരിച്ചു. ആൻഡ് സിൻസ് ദാറ്റ് ഡേ, ആ മരിച്ച ദിവസം മുതൽ അൺടിൽ നൗ ഐ ആം ലേണിംഗ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ടു പ്രൂവ് മൈസെൽഫ്, എന്നെ തന്നെ നിങ്ങളുടെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ അപ്രൂവ്ഡായിട്ട് തെളിയിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ആ പങ്കാളിത്തത്തിനാണ് നമ്മൾ ഈ സ്നാനം എന്ന് പറയുന്നത്. ഈ സ്നാനമെന്ന് പറയുന്നത് നിസ്സാരൊരു കാര്യമൊന്നുമല്ല. കർത്താവിൻ്റെ ജീവിതകാലത്ത്, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് സെബദീ മക്കളുടെ അമ്മ ചെന്ന് യേശുവിനോട് ചോദിച്ചു, നിൻ്റെ പുനരുത്ഥാനത്തിൽ മഹത്വത്തോടെ വരുമ്പോൾ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തൻ നിൻ്റെ ഇടത്തും ഇരിക്കണം എൻ്റെ മക്കൾ. യാക്കോബും യോഹന്നാനും അവർ ഓരോ സൈഡിലിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഇവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ സ്നാനമേൽക്കാനും ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനും നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ അവിടെ അവർ പറഞ്ഞു കഴിയും എന്ന് പറഞ്ഞു. വളരെ രസകരമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അവരെ വഴക്ക് പറഞ്ഞില്ല. എന്നാൽ ഇത്തിരി മുമ്പ് പത്രോസിനെ പിശാചെന്ന് വിളിച്ചാൽ കർത്താവ്, അല്ലേ? കാരണം പത്രോസ് പറഞ്ഞത് എന്താണെന്നറിയോ കർത്താവിനോട്? നിനക്കിത് സംഭവിക്കരുതെന്നാണ് പറഞ്ഞത്. നിനക്കിത് സംഭവിക്കരുത്. കാരണം എന്താ? ഒത്തിരി വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്, 100 ഇരട്ടി, അല്ലേ? അപ്പോൾ യേശുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് കിട്ടുമോ? ഇല്ല. അപ്പോൾ പത്രോസിൻ്റെ ഹൃദയത്തിലുള്ളത്, കർത്താവെ, അത് ജഡസ്നേഹമാണ്. നീ ക്രൂശിലേക്ക് നടക്കരുത്. ഓക്കെ, നിനക്കിത് സംഭവിക്കരുത്. നീ എത്ര നല്ല മനുഷ്യനാ, എന്നെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞാൽ പിന്നെ എനിക്ക് സ്നേഹം കൂടും. പത്രോസിനെ യേശു, നീ നിൻ്റെ കൺഫെഷൻ, നിൻ്റെ ഏറ്റുപറച്ചിൽ ഒരു പാറ പോലത്തെ അടിസ്ഥാനമാണ്. അത് പറയാനൊക്കെ കാരണങ്ങളുണ്ട് കേട്ടോ. പത്രോസ് കൺഫസ് ചെയ്തത് അത് തന്നെ നഥനയേലും കൺഫസ് ചെയ്തത്. നഥനയേൽ എന്താ പറഞ്ഞത്? ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നഥനയേലിനോട് യേശു പറഞ്ഞില്ല, ബർത്തലോമിയ നഥനയേലേ നീ ഭാഗ്യവാൻ, പറഞ്ഞില്ല. ശമരിയാക്കാരി സ്ത്രീ നാട് മുഴുവൻ പറഞ്ഞു ഞാൻ മെശിഹായെ കണ്ടിരിക്കുന്നു. ശമരിയാക്കാരി സ്ത്രീയോടും യേശു പറഞ്ഞില്ല, ശമരിയാക്കാരി സ്ത്രീയെ നീ ഭാഗ്യവതി, നോ, പറഞ്ഞില്ല. പക്ഷേ പത്രോസിനോട് പറഞ്ഞു, ബെറിയോന ശീമോനെ നീ ഭാഗ്യവാൻ. അതിന് കാരണമുണ്ട്. നഥനയേൽ അത് പറഞ്ഞപ്പോഴേ കർത്താവ് പറഞ്ഞു, മോനെ, ഇത് വെളിപ്പാടൊന്നുമല്ല, നീ അത്തിമരത്തിൻ്റെ ചോട്ടിലിരിക്കുന്നത് ഞാൻ പറയുന്ന കണ്ടുകൊണ്ടാണ് നീ ഇത് പറഞ്ഞത്. ദിറ്റ്സ് ഒൺലി ആൻ ഇൻഫർമേഷൻ. അത് നിൻ്റെ ബുദ്ധിയിൽ വന്നതാണ്, കല്ലായിട്ടില്ല, ജീവനുള്ള കല്ല് ആയിട്ടില്ല. ശമരിയാക്കാരി സ്ത്രീ വന്നു കഴിഞ്ഞപ്പം അവളുടെ ജീവിതം മുഴുവൻ പറഞ്ഞപ്പോഴാണ് പ്രവാചകനാ മെശിഹ എന്നൊക്കെ അവൾ മനസ്സിലാക്കിയത്. അതും ഇൻഫർ ചെയ്തെടുത്തതാണ്, അത് ബുദ്ധിയിൽ നിന്ന് വന്നതാണ്. കാൽക്കുലേഷൻ, കണക്കുകൂട്ടലിൽ നിന്ന് വന്നതാണ്. അതും കല്ലാകാൻ എന്ത് പറ്റിയില്ല, ഈ അടിസ്ഥാനമാകാൻ പറ്റില്ല. പത്രോസ് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, ഇത് ജഡരക്തങ്ങളാൽ വന്നതല്ല, ഇത് നിൻ്റെ തീരുമാനങ്ങളാലോ ചിന്തകളാലോ ഒന്നും വന്നതല്ല, ഇത് സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്, വെളിപ്പാടാണ്. ആ വെളിപ്പാട് കിട്ടിയവനെ പുകഴ്ത്തി പറഞ്ഞ് കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള ഏക പ്രസ്താവന പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ശേഷമാണ് പത്രോസിനെ പിശാചെന്ന് വിളിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാനും ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ? അതായത് ഇത്രയുള്ള അതിൻ്റെ അർത്ഥം. ഈ ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം, അതായത് കർത്താവ് കുടിക്കുന്ന പാനപാത്രം, ആ ജീവിതം, അതിൻ്റെ കഷ്ടതകൾ, ആ നടപ്പ് നിങ്ങളെക്കൊണ്ട് പറ്റുമോ? ഞാൻ മരിക്കുന്ന മരണം, അതിൻ്റെ കൂട്ടായ്മ നിങ്ങളെക്കൊണ്ട് പറ്റുമോ? കഷ്ടങ്ങളും മരണവും, ഈ അവൻ കുടിക്കുന്ന പാനപാത്രം എന്ന് പറയുന്ന കഷ്ടതയെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് നമുക്ക് പറയാം. ഇത് രണ്ടും ഈ ലോകത്ത് നമ്മൾ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണമെങ്കിൽ കഷ്ടത സഹിക്കാതെ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ കഷ്ടതയുടെ പാനപാത്രവും മരണം, ക്രൂശിലെ മരണത്തിനും നിങ്ങൾക്ക് എൻ്റെ കൂടെ പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേജസ്സിൽ എന്നോടൊപ്പം ഉണ്ടാകാൻ പറ്റും. പക്ഷെ തേജസ്സിൽ എൻ്റെ ഒപ്പം ഉണ്ടായാലും ഇടത്തും വലത്തും ഇരിക്കുന്ന ആരാന്ന് അപ്പോഴും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പല സ്ഥലത്തും പറയുന്നത്, അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അതായത് പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ ഒരാൾ ഇറങ്ങുമ്പോൾ അവന് സ്വാഭാവികമായും ലോകത്ത് കഷ്ടവും നിന്ദയും അവഗണനയും ഉണ്ടാകും. പക്ഷെ അതെല്ലാം അന്ത്യകാലത്ത് തേജസ്സായിട്ട് വർദ്ധിക്കും. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം
അത്യന്തനവധിയായ തേജസ്സിൻ്റെ നിത്യഘനത്തിന് ഹേതുവാകുന്നു. ഇറ്റ് ബിക്കംസ് എ റീസൺ, ഒരു കാരണമായി മാറുന്നു. എന്തിന് കാരണമാകുന്നു? നൊടിനേരത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടം അത്യന്തനവധിയായ തേജസ്സിന് കാരണമാകുന്നു. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ്റെ സ്നാനത്തിലും അവൻ്റെ കൂട്ടായ്മയിലും പങ്കാളിയാകുന്നത് എന്തിനെ വർദ്ധിപ്പിക്കുന്നു? നിത്യതയിലുള്ള നമ്മുടെ തേജസ്സിനെ വർദ്ധിപ്പിക്കും. ഇവരെന്താ ചോദിച്ചത്? യേശുവിൻ്റെ ഇടത്തും വലത്തും. അപ്പോൾ യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണമെങ്കിൽ ഇവർ എന്തെല്ലാം കഷ്ടത്തിലൂടെ പോകണം അല്ലേ? എത്ര ഇടുക്കുവഴിയിലൂടെ പോകണം? ആ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് പോകണമെങ്കിൽ. അപ്പം നിങ്ങൾ വിചാരിക്കരുത് രക്ഷ കഷ്ടാനുഭവത്തിലൂടെയാണ്, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. രക്ഷ കഷ്ടാനുഭവത്തിലൂടെ അല്ല, രക്ഷ സൗജന്യമാണ്, വിശ്വാസത്താലും കർത്താവിൻ്റെ കൃപയാലുമാണ് വരുന്നത്. പക്ഷേ ഉയരത്തിലുള്ള തേജസ് നോക്കിയുള്ളൊരു ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ലോകത്തെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കില്ല. രണ്ടിലൊരു മഹത്വമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിലേതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുമ്പോൾ ഈ ലോകത്ത് കഷ്ടങ്ങളുണ്ടാകും. ആ കഷ്ടങ്ങൾ എന്തുകൊണ്ടുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യ തേജസ്സിൻ്റെ ഘനം ഓർക്കുമ്പോൾ ഞങ്ങൾ ഇതിനെ കാര്യമാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ കഷ്ടം ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഇത് സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ നമുക്കറിയാം, ഇത് എബ്രായ ലേഖനത്തിൽ അത് പറയുമ്പം സ്നാനം എന്തിനെ സൂചിപ്പിക്കുന്നൊക്കെ പറയുന്ന കാര്യം. പക്ഷേ നമ്മൾ അതിനപ്പുറത്ത് കാണേണ്ട ഒരു കാര്യം, ഈ സ്നാനം പെടാൻ നീ തയ്യാറാണോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ആർ യു റെഡി ടു ജോയിൻ വിത്ത് മീ ഇൻ മൈ ഡെത്ത് എന്ന് പറഞ്ഞാൽ ആ മരണത്തോട് സദൃശപ്പെട്ടെങ്കിൽ മാത്രമേ വേറെ എവിടെ പോയി രോഗസൗഖ്യം വന്ന് പ്രാപിച്ചാലും പുനരുത്ഥാനത്തിൻ്റെ പങ്കാളിത്തം ഇല്ല. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചേർന്ന് അവൻ്റെ മരണത്തിൽ പങ്കാളിയായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? പുനരുത്ഥാനമുള്ളൂ. അതേ സമയത്ത് ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇത് നിങ്ങൾ മറക്കരുത്, ക്രിസ്തു മരിച്ചപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളതിൽ പങ്കാളിയായി എന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ പറയാണ്, നിങ്ങൾ അവൻ്റെ മരണത്തിൻ്റെ സദൃശ്യത്തോട് ഏകീഭവിക്കുന്ന ഒരു ടൈം ഉണ്ട്. ആ സമയത്ത് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പുനരുത്ഥാനത്തിൽ എന്തില്ല? പങ്കില്ല. ഒന്ന് നിത്യതയെക്കുറിച്ച് സംസാരിക്കുന്നു, മറ്റൊന്ന് ടൈമിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം. ഇത്രയും ചിന്തിച്ചാൽ മതി. ആം ഐ ബാപ്റ്റൈസ്ഡ് വിത്ത് ക്രൈസ്റ്റ്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ കൂട്ടിക്കെട്ടപ്പെട്ട അവൻ്റെ കൂടെ മരിച്ച ഒരവസ്ഥയിലാണോ? ആം ഐ ടേസ്റ്റിംഗ് ഇറ്റ്? അവൻ്റെ ഫെലോഷിപ്പ് ഇൻ ദ സഫറിങ് അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഈ സ്നാനത്തെക്കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. അടുത്തത്, ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേഗം പോകട്ടെ. കൈവെപ്പ്. ഈ കൈവെപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സഭകളിൽ നിന്നില്ലാതെ പോയിട്ട് കുറച്ച് നാളുകളായി. ബ്രദറുകാർക്കത് പണ്ടേ ഇല്ല. നമ്മളിപ്പോൾ ഒരു സെമി ബ്രദറൻ രീതിയിലാണ് പോകുന്നത്. അതായത് എന്താണ് ഈ കൈവെപ്പ്? ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെന്നപ്പോൾ ഒരു പാസ്റ്റർ ആ ചർച്ചിൽ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ഒരു ചർച്ച. പക്ഷെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പാസ്റ്ററിനൊരു ഡിഫറെൻറ്റ് മിനിസ്ട്രി വേണമെന്ന് ആഗ്രഹം തോന്നി. പുള്ളി ആ ചർച്ചിൽ നിന്ന് മാറുക. അടുത്ത പാസ്റ്റർ ആ ചർച്ചിൽ വരുന്നത് ഈ പാസ്റ്റർ ഉപദേശിക്കുന്ന കേൾക്കാത്ത ആളാണ്, ആ സഭ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയാത്ത ആളാണ്. ഇനി പുതിയൊരാൾ വന്ന്, ഞാനിപ്പോൾ നിങ്ങളുടെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഹൈ റേഞ്ചിലൊക്കെ ജീപ്പ് പോകുമ്പം കുറേ കരിയിലകൾ അതിൻ്റെ കൂടെ അങ്ങ് പറക്കും. ജീപ്പ് നല്ല സ്പീഡിൽ പോകുമ്പോൾ കരിയില പറക്കും, പക്ഷേ കരിയിലേക്ക് എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് കുറേ കഴിയുമ്പോൾ താഴെ വീഴും. അതേ ജീപ്പ് റിട്ടേൺ വരുമ്പം അതേ കരിയിൽ അവിടെ നിന്ന് പറന്ന് പഴയ സ്ഥാനത്ത് നിന്ന്. ഇതുപോലെ ഓരോരോ ഉപദേശത്തിൻ്റെ കാറ്റടിക്കുമ്പം ഒരു പാസ്റ്റർ ഒന്ന് അങ്ങനെ പറയും, മറ്റേ പാസ്റ്റർ ഒന്ന് ഇങ്ങനെ പറയുമ്പം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വർഷങ്ങൾ കഴിഞ്ഞാലും കിടന്നെടുത്ത് തന്നെ കിടക്കുന്ന വിശ്വാസികൾ എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈവെപ്പ് ഇല്ലാതെ പോയതോടെ സംഭവിച്ച ഒരു അബദ്ധമാണത്. പ്രൊഫഷണൽ പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഹൗ ഡു യു ബിക്കം എ പാസ്റ്റർ? പണിയും ജോലിയും ഇല്ല, നേരെ ബൈബിൾ കോളേജിലോട്ട് പോയി ഒരു ഡിഗ്രി എടുത്തു. അവർ തലയെ കൈവച്ച് വിട്ടു. അവരാ കൈവച്ചത്. തലയെ കൈവച്ച് വിട്ടു. അവർ വെളിയിലേക്ക് ഇറങ്ങി വന്നു, പാസ്റ്ററായി. ഇനി എവിടെ ശുശ്രൂഷിക്കാൻ അവർ തയ്യാറായി. ജീവിതത്തെക്കുറിച്ച് അറിയില്ല, കർത്താവിനെക്കുറിച്ച് പരിജ്ഞാനമില്ല, പ്രസംഗം ചെയ്യാനറിയാം. ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ദയനീയാവസ്ഥയാണ്. വർഷങ്ങളോളം വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയാം, നല്ലപോലെ തന്ത്രങ്ങളറിയാം, പക്ഷെ എന്തറിയില്ല, ഈ ദൈവത്തിൻ്റെ പരിജ്ഞാനം പകരാൻ അറിയത്തില്ല. കൈവെപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാൻ വേണ്ടി ഇത് പറഞ്ഞത്. ഇപ്പോൾ ഒരു സഭയിൽ
ശുശ്രൂഷകരെ വേർതിരിക്കുന്നത് കൈവെപ്പിനാലാണ്. ഈ സഭയിൽ ഫോർ എക്സാമ്പിൾ കൃപാവരങ്ങളുള്ളവർ, ഇന്നിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. കൃപാവരങ്ങളുള്ളവർ, ശുശ്രൂഷാ വരങ്ങളുള്ളവരെ കണ്ടെത്തുന്നു. സഭ അവരുടെ മേൽ കൈവച്ച് അവരെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുകയും അവർ സഭയിൽ വചനം പഠിക്കുകയും മുതിർന്ന ഉപദേഷ്ടാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്ന് വചനം എന്തെന്ന് മനസ്സിലാക്കി പഠിച്ച് അവർ ദൈവത്തിൽ നിന്നൊരു ശുശ്രൂഷ പ്രാപിക്കുകയും അങ്ങനെ പഠിച്ചതിൻ്റെ മുകളിൽ പഠിച്ച് പരിജ്ഞാനത്തിൽ തികഞ്ഞവരായി വരികയും ചെയ്യുന്നൊരു സിസ്റ്റമായിരുന്നു അന്നുണ്ടായിരുന്നത്. കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരങ്ങളെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ വചനം പഠിക്കാൻ 2 സഹോദരന്മാരെ ഞങ്ങൾ വേർതിരിച്ചു, ഡീക്കൻസായിട്ട് വേർതിരിച്ചു. അപ്പോൾ ഡീക്കൻസായിട്ട് വേർതിരിക്കുമ്പം ഉണ്ടായ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരിൽ അതിന് ശേഷമാണ് അവരെന്ത് കൃപാവരം ഉണ്ടായിരുന്നെന്ന് വെളിപ്പെടാൻ തുടങ്ങിയത്. ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലായിരുന്നു, പക്ഷേ ഇവർക്ക് ദൈവത്തിൻ്റെ വിളിയുണ്ടെന്നറിയാമായിരുന്നു. പക്ഷേ അവരുടെ മേൽ കൈവച്ചപ്പോൾ, നിയോഗിച്ചപ്പോൾ ആ സഭയിൽ അവരെന്ത് ശുശ്രൂഷയാണ് ചെയ്യേണ്ടത് എന്നുള്ള അത് വെളിപ്പെട്ട് വന്നു. ഇത് ദൈവത്തിൻ്റെ സഭയുടെ ഗ്രോത്ത് അകത്തുനിന്നായിരിക്കണം. ഇത് വളർന്ന് വലുതായി ഇതിനകത്തുനിന്ന് തന്നെ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ഉണ്ടാകണം. പ്രവാചകന്മാരുണ്ടായാൽ അവർ ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്ന് സഭയ്ക്കകത്ത് അവരുടെ ജീവിതം നോക്കി പരിശോധിക്കപ്പെടണം. അവരെ എക്സാമിൻ ചെയ്യാനും അവരെ ഡിസിപ്ലിൻ ചെയ്യാനും ഒരു ചർച്ച ഉണ്ടായിരിക്കണം. അങ്ങനെ കൃപാവരങ്ങൾ എല്ലാ സഭകളിലും വിശ്വാസികളിലുണ്ടാകണം. അവരിൽ പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകർ ഇവരെല്ലാം നമ്മുടെ ചർച്ചകളിലുണ്ടാവണം. ഇന്നെന്താ ഉണ്ടാകാത്തെന്നറിയോ? ഒരു പരിധിയിൽ കൂടുതൽ ഈ പാലുകുടി സ്റ്റേജിൽ നിന്ന് ആരും വളരുന്നില്ല. ഈ ചർച്ചിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒത്തിരി ചർച്ചകളിൽ പോകുന്നതുകൊണ്ട് എനിക്കറിയില്ല ഇവിടുത്തെ കാര്യം. പാലുകുടിയുടെ അപ്പുറത്തോട്ട് വളരില്ല. കാരണം അത്രയും വളരുന്നവരെ സഭയ്ക്ക് വേണ്ട. റിസീവ് ചെയ്യാൻ എപ്പോഴും പ്രസംഗിക്കുന്നതെല്ലാം റിസീവ് ചെയ്യുന്നവരെ മതി. ഇത് കൈവെപ്പ് എന്നുള്ള ആ ഒരു പരിപാടി ബൈബിൾ കോളേജിലെ ടീച്ചർമാർക്ക് കൊടുത്തതിൽ നിന്ന് സംഭവിച്ച പ്രശ്നമാണ്. അത് സഭ ചെയ്യേണ്ട കാര്യമാണ്, സഭയുടെ അതോറിറ്റിയാണ്. നിങ്ങളുടെ ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം. കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്നാണ്. അല്ലാതെ ഞാൻ എൻ്റെ സംഘടനയെ പണിയുമെന്നോ ബൈബിൾ കോളേജിനെ പണിയുമെന്നോ അതിനെ പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്നോ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടില്ല. ബൈബിൾ കോളേജ് ഒരു സൈഡിൽ നിന്ന് പണിയുമ്പോഴേ മറ്റവൻ അതിനകത്ത് കയറും. കാരണം ദൈവത്തിൻ്റെ പ്രോമിസും അവൻ്റെ അധികാരവും അവൻ്റെ സെക്യൂരിറ്റിയും വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും പരസ്പരമുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും പരിജ്ഞാനത്തിൻ്റെ കാര്യത്തിലായാലും ദൈവികമായ സെക്യൂരിറ്റി ഉണ്ടാകുന്നത് എപ്പോഴും സഭയ്ക്കകത്തുനിന്നാണ്. ആ സഭയുടെ തല ക്രിസ്തുവാണ്. ലോക്കൽ സഭയുടെ പോലും അതൊരു റിയൽ അദൃശ്യ സഭയുടെ ഒരു കോപ്പിയാണ് നമ്മൾ ഈ ലോക്കൽ സഭയായിട്ട് കാണുന്നത്. ഇവിടെയും തലയായ ക്രിസ്തു ഉണ്ടെങ്കിൽ അവനിൽ നിന്ന് എപ്പോഴും ഈ ജീവൻ്റെ അഭിഷേകം നമ്മളിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കും. സന്തോഷം. അടുത്ത ഭാഗം, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി. ഈ 2 കാര്യങ്ങളാണ് ഇന്നൊരു വലിയ ക്രൈസിസായിട്ട്. ഇന്ന് ഫേസ്ബുക്ക് തുറന്നാൽ ആൾക്കാർ നിത്യശിക്ഷാവിധിയിൽ വിശ്വസിക്കാത്ത ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. എന്താ ഈ നിത്യശിക്ഷാവിധിയിൽ വിശ്വസിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കർത്താവ് ഇത്രയും പാവമല്ലേ. കർത്താവ് പാവമാണെന്ന് ദൂതന്മാരോട് ചോദിക്കണം. കർത്താവ് അത്ര പാവമൊന്നുമല്ല, ഭയങ്കര സ്നേഹമാണ്. കർത്താവ് സ്നേഹമാണ്, അതുപോലെ തീഷ്ണതയുള്ള ദൈവവുമാണ്. ഈ ദൈവം ഓംനി പ്രസൻ്റാന്ന് പറയുന്നത് ദൈവം എല്ലായിടത്തും പ്രസൻ്റാ അല്ലേ? ആണോ അല്ലയോ? ആണ്. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ദൈവം എൻ്റെ കൂടെ ഉണ്ട് ബ്രദറെ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്തോ? ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ. കള്ള് ഷാപ്പിൽ പോയി അവിടെ ദൈവം ഇല്ലേ? പറ, കള്ള് ഷാപ്പിൽ പോയ ദൈവം ഉണ്ടോ? ഉണ്ട്. സിനിമാക്കോട്ടയിൽ പോയ ദൈവമുണ്ടോ? ഉണ്ട്. നരകത്തിൽ ദൈവമുണ്ടോ? ഉണ്ടോ? ഇല്ലെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന, പക്ഷെ ഉണ്ട്. എങ്ങനെ ഉള്ളതെന്നറിയോ? ഓരോ സ്ഥലത്തും ദൈവത്തിൻ്റെ എക്സ്പ്രഷൻ ടു മാൻ ഡിഫറൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ കൂടെ ദൈവം ഉണ്ടെന്ന് പറയുമ്പം അവനെ അനുഗ്രഹിക്കാനായി സ്നേഹത്തോടെ പിതാവ് എന്ന പോലെ അവൻ്റെ അടുത്തുണ്ടെന്ന് അതിനർത്ഥം. എന്നാൽ വെറുക്കൂത്തുകൾ നടക്കുന്ന സ്ഥലത്ത് ഡിസിപ്ലിൻ ചെയ്യാനോ അടി കൊടുക്കാനോ
പൊട്ടിക്കാനോ ദൈവം ഉണ്ടെന്ന് അർത്ഥം. നരകത്തിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവനെ നിത്യശിക്ഷാവിധിയിൽ അവൻ എരിയുന്നത് ദൈവത്തിൻ്റെ ക്രോധത്താലാണെന്ന് അതിനർത്ഥം. ദൈവത്തിൻ്റെ കോപമാണ് അനീതിയുടെ മേലെ ജ്വലിക്കുന്നത്. അപ്പോൾ ദൈവം എന്താ അവിടെ ശിക്ഷകനായും സ്വർഗം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ പങ്കുവയ്ക്കുന്ന സ്ഥലമാണ് സ്വർഗം. നരകമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കൃപയും പങ്കുവയ്ക്കപ്പെടാത്ത സ്ഥലമാണ് നരകം. അവൻ്റെ ശിക്ഷാവിധി മാത്രമുള്ള സ്ഥലമാണ് നരകം. ഗോഡ് ഈസ് പ്രസൻറ്റ് എവരിവെയർ ബട്ട് നോട്ട് പ്രസൻറ്റ് ടു ബ്ലെസ്. ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടിയല്ല എല്ലായിടത്തും പ്രസൻ്റ് ആകുന്നത്, ചിലയിടത്ത് ശിക്ഷിക്കാൻ വേണ്ടിയും കൂടെയാണ്. കാരണം ദൈവത്തിൻ്റെ കോപവും വിശുദ്ധമാണ്, ദൈവത്തിൻ്റെ ദേഷ്യവും വിശുദ്ധമാണ്. നമ്മളെപ്പോലല്ല. ദൈവം എന്ത് ചെയ്താലും അത് വിശുദ്ധമാണ്. ഹോളി 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 ഈസ് അവർ ലോർഡ് ഗോഡ് ഓൾമൈറ്റി. നമ്മളെ ആരും ദൈവം രക്ഷിച്ചില്ലായിരുന്നു വിചാരിച്ചോ? ഏറ്റവും എളുപ്പം അതായിരുന്നു. കർത്താവ് വിചാരിക്കുകയാണ് ഇവന്മാരെ ഒന്നും രക്ഷിക്കുന്നില്ല, എല്ലാത്തിനും തൂത്ത് പറക്കി നരകത്തിലോട്ട് ഇട്ടിട്ട് പുതിയ കുറേ മനുഷ്യരെ സൃഷ്ടിക്കാം എന്ന് ദൈവം തീരുമാനിച്ചിരുന്നെങ്കിലും ദൂതന്മാരെല്ലാം കൂടെ പറഞ്ഞേനെ, കർത്താവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഇവന്മാർ ഒരെണ്ണത്തിനെ സ്വർഗത്തിൽ കയറ്റാത്ത നീ എത്ര പരിശുദ്ധനും നീതിമാനുമായ ദൈവം എന്നും പറഞ്ഞ് ആരാധിച്ചേനെ. അതും പരിശുദ്ധമായിരുന്നേനെ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയുന്നത്? അതേസമയത്ത് കർത്താവ് തീരുമാനിക്കുകയാണ് ഇവന്മാരെ രക്ഷിച്ചേക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ ദൂതന്മാർ പറയുമോ, എൻ്റെ കർത്താവേ പുഴുക്കളെ പോലെ ഉണ്ടായിരുന്നു ഇവരെ രക്ഷിക്കാൻ നീ താഴോട്ട് ഇറങ്ങിച്ചെന്ന്, നിൻ്റെ കരുണയും സ്നേഹവും നിൻ്റെ വിശാലമായ ജ്ഞാനവും എത്ര വലുത്. എങ്ങനെ എന്ത് ചെയ്താലും ദൈവത്തിന് ആരാധനയ്ക്ക് ഒരു കുറവുണ്ടാവില്ല. അവൻ നിത്യശിക്ഷാവിധി നടപ്പാക്കിയാലും അവനൊരു കുറവും വരുന്നില്ല, അവൻ്റെ നന്മയ്ക്ക് ഒരു കുറവും വരുന്നില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന അടിസ്ഥാന വേദോപദേശങ്ങളിലൊന്നാണ് വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ മരണത്തോട് പങ്കാളിത്തം ഏൽക്കുകയും ചെയ്യുന്നവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, അവൻ രക്ഷിക്കപ്പെടും. എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ആ ശിക്ഷാവിധി നിത്യമാണ് എന്ന് വേദപുസ്തകം നമ്മളെ പലയിടത്ത് പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ഈ അടിസ്ഥാനങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ചൊന്ന് ഫിനിഷ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നീഡ് ടു സ്പീക്ക് ടു യു സം മോർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് റിഗാർഡിങ് അവർ സ്പിരിച്വൽ ലൈഫ്. തുടങ്ങിയതുകൊണ്ട് ഇത് അവസാനിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യു ക്യാൻ ഹാവ് മോർ തോട്ട്സ് അബൌട്ട് ദാറ്റ്. ഞാൻ FAC ലേഖനത്തിൽ നിന്നൊരു ഭാഗം നിങ്ങളോട് വായിക്കാൻ വേണ്ടിയാണ് ഇത് പെട്ടെന്ന് അവസാനിപ്പിച്ചത്. കാരണം ഇന്നത്തെ സംശയങ്ങളിലെല്ലാം ചോദിച്ചിരിക്കുന്ന ഒരു കൺസേൺ, ഇന്ന് രാവിലെ ഇവിടെ ഇൻട്രാക്ഷൻ്റെ സമയത്തും ചോദിച്ച ഒരു സഹോദരി ചോദിച്ചൊരു കൺസേണാണ് വാട്ട് ടു പ്രേ, എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ചോദ്യം. എന്ത് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ക്രിസ്തുവിൽ ഞാൻ, ക്രിസ്തു എന്നിൽ, രണ്ട് പൊസിഷൻസ് മനസ്സിലാക്കണം. ക്രിസ്തുവിൽ ഞാൻ മനസ്സിലാക്കാം. ഇതാ ക്രിസ്തുവിൽ ഞാൻ, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഞാനുണ്ടായിട്ടില്ല കേട്ടോ, ഞാനില്ല. പക്ഷേ ദൈവം നിത്യതയിൽ എന്നെ കണ്ടു, തിരഞ്ഞെടുത്തു, ഞാൻ ഈ ക്രിസ്തുവിലായി. എന്നിട്ടാണ് അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. അപ്പം നാമോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അത് എങ്ങനെ ആയതാണെന്നറിയോ? തിരഞ്ഞെടുപ്പിനാലായതാ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ തിരഞ്ഞെടുപ്പിനാൽ നമ്മൾ ക്രിസ്തുവിലായി എന്ന് പറഞ്ഞു കഴിയുമ്പം ക്രിസ്തു ഒരു മഹാപുരോഹിതനും ഒരു യാഗമൃഗവുമായി ഒരുക്കപ്പെട്ട് അവൻ ഈ ലോകത്ത് അധ്വാനിച്ച് സമ്പാദിക്കുന്ന ധനം അവൻ സന്തതികളെ കാണും. അങ്ങനെയല്ല യെശയ്യാവിൻ്റെ 53 പറയുന്നത്? അവൻ്റെ സന്തതികൾക്ക് വേണ്ടിയുള്ളതാണ്. ആരാ അവൻ്റെ സന്തതി? ആരാ യേശുവിൻ്റെ സന്തതി? നമ്മൾ അത് ബയോളജിക്കലി ഉണ്ടായതല്ല, പിന്നെയോ തെരഞ്ഞെടുപ്പിനാൽ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ക്രിസ്തുവിലുള്ള ആളുകൾ ആരെ ദൈവം തിരഞ്ഞെടുക്കുന്നത്? ആരെല്ലാം വിശ്വസിക്കുമോ അവരെല്ലാവരും. ആർക്കെല്ലാം വിശ്വസിക്കാം? ആർക്ക് വേണേലും വിശ്വസിക്കാം. പക്ഷെ ദൈവം സമയത്തിന് അതീതനായതുകൊണ്ട് ആരെല്ലാം വിശ്വസിക്കുന്നോ അവരെല്ലാം ദൈവം മുൻകൂട്ടി അറിയുകയും ക്രിസ്തുവിൽ അവരുടെ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബൈ എലക്ഷൻ വി ആർ ഇൻ ക്രൈസ്റ്റ് ആണോ? മനസ്സിലായോ? അപ്പോൾ ക്രിസ്തു അധ്വാനിച്ച് സമ്പാദിക്കുമ്പോൾ അവൻ സന്തതിയെ കാണുമെന്ന് പറഞ്ഞ് ആരായി സന്തതി? അപ്പോൾ കർത്താവ് ഒരു കുഞ്ഞിനെ കാണാൻ അമ്മ പ്രസവവേദന സഹിക്കുന്ന പോലെ നമ്മളെ കാണാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? കഷ്ടം സഹിച്ചു. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? അപ്പോൾ വളരെ കൊടിയ കഷ്ടം കർത്താവ് സഹായിക്കുന്ന അവൻ്റെ മുന്നിൽ വെച്ച സന്തോഷം ഓർത്തിട്ടാണ്. ഈ സന്തോഷം എന്താ? അവൻ സന്തതികളെ കാണും.
അവൻ മരിച്ചു പോയിട്ടായി പറയുന്നേ. യെശയ്യാ 53 പറയുന്നത് അവനെ തകർത്ത ശേഷമാണ് അവൻ സന്തതികളെ കാണുമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സന്തതികളെ കാണുമെന്ന് പറയുമ്പോൾ ആ സന്തതികൾ ആരിലുണ്ട്? ബൈ എലക്ഷൻ, ബൈ തെരഞ്ഞെടുപ്പ് ഈ സന്തതികൾ ആരിലുണ്ട്? ക്രിസ്തുവിൽ ഉണ്ട്. അപ്പോൾ കർത്താവ് സമ്പാദിക്കുന്നത് മുഴുവൻ അവൻ്റെ സന്തതികൾക്ക് വേണ്ടിയാണ്. അതായത് ആരെല്ലാം വിശ്വസിക്കുമോ അവർക്ക് വേണ്ടിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് മരിച്ചത് നമ്മൾ പറയുമെങ്കിലും അത് എഫക്റ്റീവ് ആകുന്നത് ആരെല്ലാം വിശ്വസിക്കും അവർക്ക് വേണ്ടി മാത്രമാണ്, അല്ലേ? അപ്പം ശരിക്കും സമ്പാദ്യം ആർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ? അവിടെയാണ് യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറഞ്ഞൊരു പൈശാചിക ഉപദേശം വരുന്നത്. ക്രിസ്തു നേടിയ ധനം അവൻ വിശ്വസിക്കുന്ന മക്കൾക്ക് മാത്രമാണ്. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിന് വേണ്ടി അപേക്ഷിക്കുന്നില്ല, ആരെല്ലാം എന്നിൽ വിശ്വസിക്കുമോ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് സമ്പാദിക്കുന്നതെന്ന് നമ്മൾ ഇന്നലെ വായിച്ചത് എൻ്റെ ഓർമ്മ. യോഹന്നാൻ്റെ സുവിശേഷം 17:5-20 വാക്യങ്ങൾ. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. വിശ്വസിച്ചോ? അത്രയും ഉറപ്പാണോ? വിശ്വസിച്ചപ്പോൾ അവനൊരു മഹാപുരോഹിതനെ പോലെ എനിക്ക് വേണ്ടി അവൻ്റെ സ്വന്തം ശരീരം യാഗം കഴിച്ചപ്പോൾ ഞാൻ അവനിലുണ്ടായിരുന്നു. ബൈ എലക്ഷൻ, തെരഞ്ഞെടുപ്പിനാൽ അവനിൽ ഞാൻ ഉണ്ടായിരുന്നു. അവൻ വലിയ സമ്പാദ്യം നമുക്ക് സമ്പാദിച്ചു. ഇതൊന്നും ഞാൻ അറിയാതെ ഒരു പൊട്ടനായിട്ടാണ് ജനിക്കുന്നത്. പൊട്ടനായിട്ട് ഞാൻ ജനിക്കുക. ലോകത്തിലെല്ലാ മനുഷ്യരും ഇങ്ങനെ പൊട്ടനായിട്ടും പാവിയായിട്ടുമാണ് ജനിക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു സുവിശേഷം കേൾക്കുക ഞാൻ, എടാ നിനക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരിക, ശരിയാണല്ലോ, എനിക്ക് വേണ്ടിയല്ലേ കർത്താവ് മരിച്ചത്? ഞാൻ വിശ്വസിക്കുന്നു. എപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നോ അപ്പോൾ എന്ത് സംഭവിക്കും? കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അതിനാണ് യേശുവിനെ കൈക്കൊള്ളുക, സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കർത്താവ് നമ്മിൽ വസിക്കുന്നത് നമ്മൾ എപ്പോൾ വിശ്വസിക്കുന്നോ അന്ന് മുതലാണ് അവൻ്റെ ആത്മാവ് നമ്മളിലുള്ളത്. മനസ്സിലായോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? നമുക്ക് വലിയൊരു ധനമുണ്ട്, ഒരുക്കി വച്ചിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഈ വിശ്വാസത്താൽ നമ്മൾ ആ ആത്മാവിൻ്റെ ഡോർ തുറന്നിട്ടില്ല. പക്ഷെ എപ്പം നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവ് വരുന്നോ, നമ്മൾ വിശ്വസിക്കുന്നോ, ആത്മാവ് വരുന്നോ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ധനം എനിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്രിസ്തുവിൻ്റെ ധനം എനിക്ക് അവകാശപ്പെട്ടതാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇതെൻ്റെ അവയവങ്ങളിലേക്ക് ഒഴുകുകയുള്ളൂ. അല്ലെങ്കിൽ അതെവിടെ നിൽക്കുക? ഇലക്ഷൻ്റെ തലത്തിൽ നിൽക്കുകയാണ്. അത് പ്രായോഗികതയിലേക്ക് വന്നിട്ടില്ല. ഇത് പ്രായോഗികതയിലേക്ക് വരണമെങ്കിൽ ഞാൻ വിശ്വസിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ അതാണ് എഫേസ്യ ലേഖനത്തിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥന. ഇനി ഈ ക്രൈസ്റ്റ് ഇൻ മീ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഞാൻ എന്നുള്ള പൊസിഷൻ എന്നെ വളരെ സമ്പന്നനാക്കി. എന്നാൽ ക്രൈസ്റ്റ് ഇൻ മീ, ക്രിസ്തു എന്നിൽ എന്നുള്ള പൊസിഷനാണ് എന്നെ സമ്പത്ത് അനുഭവിപ്പിക്കുമാറാക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ. അപ്പോൾ രണ്ടും നടക്കണം. ഐ ഇൻ ഹിം ആൻഡ് ഹീ ഇൻ മീ. എപ്പോൾ ഞാൻ വിശ്വസിക്കുന്നോ അപ്പോൾ ബൈ ഇലക്ഷൻ ഞാൻ ക്രിസ്തുവിലുണ്ടായിരുന്നെങ്കിലും എപ്പോൾ ഞാൻ വിശ്വസിക്കുന്നോ അന്നേരം റിയലി എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാനത് വിശ്വസിക്കുന്നു. ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറി. ബൈ ഫെയ്ത്ത് ഐ ബിക്കം എ ന്യൂ ക്രിയേഷൻ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഇനി ഇത്രയും വലിയ റിച്ച് ധനം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ കഠിനാധ്വാനത്തോടെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രക്തം വിയർപ്പായി ഒഴുകി ഈ ലോകത്ത് ഒഴുക്കി തീർത്ത് ലാസ്റ്റ് വിയർപ്പ് തീർന്നു പോയിട്ട് അവസാനം പിന്നെ രക്തത്തുള്ളിയായിട്ട് വീഴുന്ന അവസ്ഥയിലല്ല കഠിനാധ്വാനം ചെയ്ത് നമുക്ക് വേണ്ടി സമ്പാദിച്ച ധനം. നമ്മുടെ അപ്പനന്മാരുടെ അസറ്റ് പറയുമ്പം നമുക്ക് പലപ്പോഴും വേദന തോന്നുന്നത് അവരൊത്തിരി കഷ്ടപ്പെട്ട് ഇതുണ്ടാക്കുന്നത്. ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനം മക്കൾ കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമാണ്. പ്രത്യേകിച്ചും പഴയ നിയമത്തിലായിരുന്നു അതൊക്കെ. പുതുനിയമത്തിലൊക്കെ എപ്പോൾ തട്ടിപ്പോകുമെന്ന് അറിയാൻ വയ്യാത്ത മക്കൾക്ക് എന്ത് ധനം അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ മരിക്കാൻ വേണ്ടിയില്ലേ നമ്മൾ കർത്താവിൻ്റെ പുറകെ വന്നേക്കുന്നതാണോ? പോകാൻ നേരത്ത് പേടിപ്പിച്ചിട്ട് പോകല്ലേ പാസ്റ്ററെ? നമ്മൾ ഏത് സമയത്ത് സ്വർഗത്തിലോട്ട് പോവും?
നമ്മുടെ നോട്ടം മുഴുവൻ അവിടെയാണ്. പിന്നെ അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് കിട്ടിയെന്ന് അന്വേഷിക്കാൻ നമുക്ക് സമയമില്ല. പുതിയ നിയമത്തിൽ അതാ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കാൻ. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ആൾക്കാർ വന്ന് കൂടി ആലോചിച്ച് കഴിഞ്ഞ് ഒരാൾ മരിച്ചു കഴിഞ്ഞ് ഇന്നത്തെ പോലെ എപ്പോഴും പോയി വരാനൊന്നും പറ്റില്ല. അപ്പം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തീർത്തിട്ടാണ് പോകുന്നത്. ഏതാ സ്വത്തും വീതം വെച്ച് പങ്കുവെച്ച്. ഇയാൾ എൻ്റെ അപ്പം മരിച്ചു എന്ന് പോലും അറിയാൻ മേല. സത്യം പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് എൻ്റെ അപ്പം മരിച്ച് ഇതെല്ലാം വീതിച്ച് കൊടുത്തിട്ട് ഞാൻ നിൻ്റെ പിന്നാലെ വരാമെന്നാണ്. കാരണം കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ചർച്ച പണിയണേലും പ്രയോജനപ്പെടുമല്ലോ. പക്ഷേ കർത്താവ് പറഞ്ഞ് മരിച്ച കുറേ ആൾക്കാരുണ്ട് അതൊക്കെ ചെയ്യാൻ. നീ എല്ലാം വിട്ട് എൻ്റെ പിന്നാലെ വരാനാണ് പറഞ്ഞല്ലേ? ആണോ അല്ലയോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്രിസ്തു നമ്മളിൽ വസിക്കാൻ നമുക്കൊരു ധനം ആവശ്യമാണ്. നമ്മൾ വസിക്കുമ്പോൾ നമുക്കൊരു ധനം ഉണ്ടാവും അല്ലേ? 2 തരത്തിലുള്ള ധനമാണ് നമുക്ക് ജീവിതത്തിലുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 2 പൊസിഷനിൽ നിന്നാണ് അത് വരുന്നത്. ഓക്കെ, ഇപ്പം പുറമേ ഉള്ളൊരു മനുഷ്യൻ, നിങ്ങൾ കാണുന്ന ചെയ്സ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, പുറമേയുള്ള ഈ മനുഷ്യന് മഹിമയുണ്ടാകാൻ, മഹത്വമുണ്ടാകാൻ എന്ത് ധനമാണ് വേണ്ടത്? വിദ്യാഭ്യാസം, പൈസ, പിന്നെ നല്ല പോലെ വാചകം ഓടിക്കാനുള്ള കഴിവ്, പിന്നെ നല്ല സ്വഭാവം, പിന്നെന്താ വേണ്ടേ? നല്ല കുടുംബം. ഇതെല്ലാം നമ്മുടെ അസറ്റാണ്. നല്ല സൗഹൃദങ്ങൾ അസറ്റാണ്. ഇതെല്ലാം നമ്മുടെ പഴയ മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതുകൊണ്ടാണ് ഈ പഴയ മനുഷ്യന് രാജ്യം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇതെല്ലാം പുറമേയുള്ള മനുഷ്യൻ്റെ ധനമാണ്. ആ ധനമുള്ളവരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. സൗന്ദര്യം, ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. സൗന്ദര്യം പോയ സങ്കടം, പൈസ പോയ സങ്കടം, ആരോഗ്യം പോയ സങ്കടം. പക്ഷെ അകത്തെ മനുഷ്യനെ ധനവാനാക്കുന്ന എന്തൊക്കെയാ? അകത്തെ മനുഷ്യനെ ധനവാനാക്കുന്ന എന്തുവാ? നമ്മൾ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടൊരു പുതിയ മനുഷ്യനുണ്ടല്ലോ. ആ പുതിയ മനുഷ്യൻ എന്താ ധനവാനാക്കുന്നത്? നമുക്കൊരു കാര്യം നോക്കാം. ആത്മാവ്, ദേഹി, ദേഹം. കണ്ടോ എല്ലാവരും? ഇത്രയും ആത്മാവ്, ഇത്രയും ദേഹി, ഇത്രയും ദേഹം എന്ന് വിചാരിച്ചോ. ഈ ആത്മാവ് വർക്ക് ചെയ്യാതിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അല്ലേ? നിങ്ങളെല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, ജീവനില്ലായിരുന്നു. അപ്പം എന്തില്ല? ആത്മാവ് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നർത്ഥം. പ്രാണൻ, ശരീരം മാത്രമേ ഉള്ളൂ. അന്ന് എങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നറിയോ? ഇവർ തമ്മിലുള്ളൊരു ഗൂഢാലോചന വഴിയാണ് നമ്മുടെ ജീവിതം നടന്നുകൊണ്ടിരുന്നത്, പ്രാണനും ശരീരവും. ഉദാഹരണത്തിന് ഇവിടുന്ന് ശക്തൻ സ്റ്റാൻഡ് വരെ പോകണമെങ്കിൽ എത്ര രൂപ വേണം ഓട്ടോ ചാർജ്? 25. നിങ്ങളുടെ കയ്യിൽ ആകെ 35 രൂപയുള്ളൂ. നിങ്ങൾക്ക് ശക്തൻ സ്റ്റാൻഡ് വരെ പോയിട്ട് വരണം. ബസ്സൊന്നുമില്ല, ഓട്ടോ മാത്രമേ ഉള്ളൂ. എങ്ങനെ പോകും? അതേ പറ്റുള്ളൂ. ഇപ്പം ശരീരം പറയും, ബോഡി പറയും, എന്നെ കൊണ്ടങ്ങ് വയ്യ അവിടെ വരെ നടക്കാൻ, എന്തൊരു ചൂടാ, എന്തൊരു വേർപ്പാ, ഓ ടയർഡാവും, എനിക്ക് ഓട്ടോയ്ക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സ് പറയടാ മോനെ, നല്ലതാ കാര്യം, എനിക്ക് ഓട്ടോയ്ക്ക് പോകുന്ന നിന്നെ ഓട്ടോയിലല്ലാതെ വേർപ്പിക്കാതെ കൊണ്ടുപോകണമെന്ന് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ രണ്ടും ഒന്നല്ലേ. പക്ഷെ എന്നാ ചെയ്യാനാ മോനെ, പൈസ ഇല്ല, ആകെ 35 രൂപയുള്ളൂ. എന്നിട്ട് മനസ്സ് ബുദ്ധി പ്രയോഗിച്ചിട്ട് പറയും, ശരീരത്തിൻ്റെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയിൽ പോകണമെന്നാണെങ്കിലും മനസ്സ് പറയും നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് നടക്കാം. നടന്ന് അവിടെ ചെല്ലുമ്പോൾ ടയർഡാവും, ഒരു നാരങ്ങ വെള്ളം കുടിക്കാം, 10 രൂപ കിട്ടുമെന്നറിയാൻ മേല, സോഡ എങ്കിലും കിട്ടും. തിരിച്ചിങ്ങോട്ട് നമുക്ക് ഓട്ടോയിലിങ്ങ് പോരാം. അപ്പം നാരങ്ങ വെള്ളം കുടിച്ച് ക്ഷീണവും തീർത്ത് ഇങ്ങോട്ട് പോയി. ഇതാണ് ബുദ്ധി എന്ന് നമ്മൾ പറയുന്നത്. ബുദ്ധി. മറ്റേത് വികാരം, ശരീരത്തിനുണ്ടാകുന്ന വികാരമാണ്. നമ്മൾ ഇന്നലെ കണ്ടത് ശരീരത്തിലുള്ള പാപം എന്ന് പറയുന്നത് വികാരങ്ങളുടെ പ്രകടനം ഇതാണ്. അത് ഭയങ്കര ദോഷം. അപ്പം മനസ്സതിന് മുകളിൽ കുറച്ച് ജയിക്കാൻ ശ്രമിക്കും, നന്മ തിന്മകൾ വെച്ച് പറയും. ബുദ്ധി ഉപദേശിച്ച് മോനെ അങ്ങോട്ട് നടക്കാം, ടയർഡാവും, അറിയാം, നിനക്ക് വിഷമമുണ്ടാവും, ഞാൻ നാരങ്ങ വെള്ളം മേടിച്ച് തരാം, കുടിച്ചോ, ഒരു ബലം ഉണ്ടാവും, തിരിച്ച് നമുക്ക് ഓട്ടോയിൽ പോരാം, സന്തോഷം, ശരീരം അഡ്ജസ്റ്റ് ചെയ്തു, വയ്യ എന്നാലും എന്തെങ്കിലും ആയിക്കോട്ടെ, ശരി. ഇങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് മുഴുവൻ നടന്നുകൊണ്ടിരുന്നത് ഇത്രയും നാളും. സമ്മതിച്ചോ? അപ്പോൾ ഒരു വീട്ടിൽ പോകണം. വീട്ടിൽ പോകാൻ നേരത്ത് മനസ്സ് പറയും ശരീരം പറയും അടുത്ത വീട് ഇതാ, ഇവിടെ പോവാം, അതാ നല്ലത്. അപ്പം മനസ്സ് പറയും ഇല്ലില്ല അങ്ങോട്ട് പോകണ്ട, അവന്മാർ നമ്മളെ ബഹുമാനിക്കുന്നില്ല, ചെന്ന് നമ്മളെ കളിയാക്കി വിടും. അപ്പോൾ അപ്പുറത്തെ ഒരു വീടുണ്ട്, അവിടെ ചെന്നാൽ
നമ്മളെ ചായ എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ ചോദിച്ച് ചായയൊക്കെ തരും. അപ്പം മനസ്സ് പറയും എനിക്ക് നാണം കെടാൻ വയ്യ, അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വീട്ടിൽ ശരീരം പറയും എനിക്ക് അവിടെ വരെ നടക്കാൻ വയ്യ. രണ്ടുപേരുടെ അവസാനം തീരുമാനിക്കും എന്തായാലും നാണം കെടുന്നതിനേക്കാൾ ഭേദത്തിൽ കഷ്ടപ്പെടുന്നതാണ് നടന്നേക്കാൾ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോലും അറിയാതെയുള്ള വിനിമയങ്ങൾ വഴിയാണ് നമ്മുടെ ഈ ജീവിതം നടന്നു പോകുന്നത്. ആണോ അല്ലയോ? യെസ് ഓർ നോ? ഈ സാധനത്തെയാണ് നമ്മൾ ജഡം എന്ന് വിളിക്കുന്നത്, പാപജഡം. ഈ പാപജഡത്തിന് നല്ല കാര്യങ്ങളും ചെയ്യാം, മോശം കാര്യങ്ങളും ചെയ്യാം. അതെന്തുകൊണ്ട് പാപജഡമാണെന്ന് ചോദിച്ചാൽ അതിൽ ആത്മാവോ ജീവനോ ഇല്ല. അതൊരു നിർജീവ പ്രവൃത്തികളായതുകൊണ്ട് അതിനത് മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിനെ നമ്മൾ പാപജഡമെന്ന് പറയും. അങ്ങനെ ഇരിക്കെ ഈ മനുഷ്യൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പം ഈ നടുക്കുള്ള സാധനം ഉണ്ടല്ലോ, മനസ്സ്. ഇപ്പോൾ മനസ്സിനാകെ ആര് മാത്രമേ ഉള്ളൂ? ഈ ശരീരം മാത്രമേ ഉള്ളൂ. അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരുന്ന് പാപവും ചെയ്ത് പാപം മാത്രം ചെയ്ത് പാപത്തിൻ്റെ ദാസ്യത്വത്തിലിരിക്കുന്ന സമയത്താണ് ആത്മാവിൽ പെട്ടെന്ന് ലൈറ്റ് ഉണ്ടാകും. ആത്മാവിൽ ലൈറ്റ് അങ്ങ് തെളിയുമ്പോഴേക്കും പുതിയ ചിന്തകൾ, ഇന്നലെ വരെ തോന്നാത്ത ചിന്തകൾ. ഇപ്പോൾ പറയാണ് നിന്നെ ഇവർ അപമാനിക്കുമല്ലേ, അവിടെ തന്നെ ചെന്ന് കയറ്, അവർ മനസ്സിലാക്കട്ടെ യേശുവിൻ്റെ സ്നേഹം എന്താണെന്ന്. പുതിയ ശബ്ദം, ഇതുവരെ അത് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വലിയ വഴക്കാണ്, ഭാര്യയും ഭർത്താവാണ്, ജയിക്കണം. അപ്പോൾ പുതിയ ശബ്ദം, തോറ്റു കൊടുക്ക്. യേശു തോറ്റു കൊടുത്തുകൊണ്ടാണ് നമ്മളിന്ന് ജയിച്ച് നടക്കുന്നത്. ഞങ്ങളുടെ ചർച്ചിലൊരു കല്യാണം നടത്തിയ പാസ്റ്റർ കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവിനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിപ്പിച്ചതെന്ന് അറിയാമോ? അവർ ഭയങ്കര ചോദ്യമായി പോയില്ലേ. ഉത്തരം അറിയത്തില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പുള്ളൊരു കാര്യമൂടെ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തോറ്റു കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജയിച്ച് നടക്കുന്നത്. അപ്പോൾ ഒന്ന് തോറ്റു കൊടുക്കുന്നുള്ളൊരു ശബ്ദം നമ്മുടെ അകത്തുനിന്ന് വരും. അത് കാര്യം സാധിക്കാൻ വേണ്ടിയല്ല, അത് നമ്മുടെ മനസ്സിൽ പറയും. പക്ഷെ ഇത് ആളോടുള്ള സ്നേഹത്തിലാണ്, അത് ആത്മാവിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. ഈ ശബ്ദം ശരീരത്തിൻ്റെയും അല്ല മനസ്സിൻ്റെയും അല്ലാത്ത ബുദ്ധിക്ക് വെളിയിൽ നിന്ന് വരുന്നൊരു ശബ്ദമാണ് ആത്മാവിൻ്റെ ബലം എന്തുമാത്രം ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്. ആ ശബ്ദം നമുക്ക് കേൾക്കാമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ്ങാണ്. അത് കേൾക്കാൻ പറ്റുന്നില്ല, ശരീരത്തിൻ്റെ ബഹളങ്ങളാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ഒട്ടും വളർന്നിട്ടില്ല. ക്ലിയർ? മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് കൈ പൊക്കിയരെ. ഓക്കെ. ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കുമോനെ വിട്ടുകള എന്ന് പറയുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണ്. എന്നാൽ ഞാൻ അവിടെയും അത് പിന്നെ ആട്ടെ, നമുക്ക് ആദ്യം ഈ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് മതി എന്ന് പറയുന്ന ജഡത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് അകത്തെ മനുഷ്യന് ശക്തിയില്ല, പുറത്തെ മനുഷ്യനാണ് ശക്തി. മനസ്സിലായത്? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഒരു കർത്തൃമേശ നടത്താൻ ഞങ്ങളുടെ കൂട്ടായ്മയിൽ, അപ്പം ഒരു സഹോദരൻ രാവിലെ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ കർത്തൃമേശ എടുക്കുന്നില്ല പാസ്റ്ററെ. ഞാൻ എന്താ കാര്യം? അത് ഒരാളോട് തിരുപ്പിണക്കത്തിലാണ്, ഒന്ന് രമ്യപ്പെടാനുണ്ട്. ഞാൻ പറഞ്ഞു 1/2 മണിക്കൂറുണ്ടല്ലോ, നമുക്ക് രമ്യപ്പെടാമല്ലോ, ഞാനിവിടെ വരണോ കൂടെ? ഞാൻ വരാം. പുള്ളി പറഞ്ഞു അത് ഈ അടുത്തല്ല, ഇത്തിരി ദൂരെയാണ്. ഞാൻ പറഞ്ഞു ഇതാ ഫോൺ ചെയ്തിട്ട് പറ, സഹോദരൻ എന്നോട് ക്ഷമിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നോട് ക്ഷമിക്കുക, ഞാനിത് കഴിഞ്ഞ് ഉടനെ വരാം, എന്നോട് എന്തെങ്കിലും വിരോധം വെച്ചുകൊണ്ടിരിക്കില്ലേ, ക്ഷമിക്കുമെന്ന് പറ. എന്നിട്ട് നമുക്ക് കർത്തൃമേശ എടുത്തിട്ട് പിന്നെ അവനൊക്കെ പോയി ഇപ്പോൾ തന്നെ കാണാം. അന്നേരം പുള്ളി എന്നോട് പറയാം, അങ്ങനെ ഞാൻ സമ്മതിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ആത്മാവിൻ്റെ ശബ്ദം പുള്ളി കേട്ടു, എന്നിൽ നിന്നാണ് കേട്ടത്. പുള്ളി അകത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, അറിയാൻ മേല. പക്ഷെ ജഡമനുഷ്യൻ ഭയങ്കര സ്ട്രോങ്, അതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടേ ജഡമനുഷ്യൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാം ബലം വസിക്കുന്നത്, നമ്മൾ ലോകത്തിൻ്റെ സ്വത്ത് നമ്മളോട് ആഡ് ചെയ്യുന്തോറും ബലം വർദ്ധിക്കുന്ന അകത്തെ മനുഷ്യനല്ല, ബലം വർദ്ധിക്കുന്നത് പുറത്തെ മനുഷ്യനാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എക്സാമ്പിൾ, സുവിശേഷ വിരോധികൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു യാത്രയിലോ മദ്യത്തിലോ എവിടെയെങ്കിലും വെച്ച് കല്ലെറിഞ്ഞു എന്ന് വിചാരിച്ചോ. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പിണറായി വിജയൻ എന്ന് വിചാരിച്ചോ. നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? പിണറായി വിജയനെ വിളിച്ച് പറയും, ഇവിടെ കല്ലെറിയെന്ന് പറയാൻ മാറുണ്ട് കേട്ടോ. ഉടനെ പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ വരും, ആളെ തൂക്കിയെടുത്തുകൊണ്ട് പോയിക്കോളൂ. ജയിച്ചു. ജഡമാണോ ആത്മാവാണോ? ജഡം. കാരണം ജഡത്തിൽ റിസോഴ്സ് ഉണ്ട്. അവിടെ എവിടെ റിസോഴ്സ് ഉണ്ടെങ്കിലും ജഡം സ്വീകരിച്ചോളൂ. എന്നാൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്ന് മാത്രമല്ല, നമ്മളെ ഗവൺമെൻറ്റിന് നമ്മളോട് വൈരാഗ്യമാണെന്ന് വിചാരിച്ചോ, അവരുടെ ഒരു ഗവൺമെൻറ്റാണെന്ന് വിചാരിച്ചോ.
നമ്മൾ കല്ലേറ് കൊള്ളുമ്പം പറയും, കർത്താവേ നീ സ്തെഫാനോസ് കല്ലേറ് കൊണ്ട പോലെ. അതാണ് അകത്തെ മനുഷ്യൻ്റെ സ്ട്രെങ്ത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പുറത്തെ മനുഷ്യൻ്റെ റിസോഴ്സ് കുറയും തോറും അകത്തെ മനുഷ്യൻ്റെ സ്ട്രെങ്ത് കൂടിക്കൂടി വരും. പുറത്തെ മനുഷ്യൻ മരിക്കും തോറും അകത്തെ മനുഷ്യൻ്റെ ശക്തി. പിടികിട്ടിയാ? അതാണ് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഒരു പ്രശ്നമുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനസ്സിന് പഴയ പരിചയം ശരീരവുമായിട്ടുള്ള ആ ക്ലോസ് റിലേഷൻഷിപ്പ്, ആ ജഡമാണ് നമ്മുടെ സാധാരണ മനുഷ്യൻ, അതാണ്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ ശബ്ദം കേൾക്കുമ്പം മനസ്സിന് സഹിക്കാൻ മേല. കാരണം അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര സമാധാനം ഉണ്ടാകുന്നത്. മനസ്സിന് ആഗ്രഹമുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഈ മുകളിലോട്ടൊന്ന് നോക്കണം. എങ്ങോട്ട്? ആത്മാവ് പറയുന്ന ശബ്ദങ്ങളൊന്ന് കേൾക്കണം. പക്ഷെ പറ്റുകയില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കി. ഇതാണ് തീരുമാനങ്ങളെന്ന് പറയുന്നത്, വില്ല്. ഈ വില്ല് പാപികളായ എല്ലാ മനുഷ്യരുടെയും ഈ സ്വിച്ചിൻ്റെ സ്പ്രിങ് പോയതാണ്. സ്പ്രിങ് പോയ സ്വിച്ച് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ കിടക്കും? എപ്പോഴും താഴോട്ട് കിടക്കുള്ളൂ. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പം മുകളിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ അവിടെ ഇരിക്കും, കൈ എടുക്കുമ്പോൾ താഴോട്ട് പോകും. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ സ്വിച്ച്? അതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൻ്റെ സ്വാഭാവികമായി ഇത് എങ്ങോട്ടേ കിടക്കുള്ളൂ? താഴോട്ടേ കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് വിരലും കൊണ്ട് ഇങ്ങനെ കുറേ നേരം കുത്തിപ്പിടിക്കും, കൈ എടുക്കുമ്പോൾ താഴോട്ട് പോകും. പിന്നെ മടുത്ത് പിന്നെ ജഡം ആയിക്കോട്ടെ, ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് ജഡ മനുഷ്യൻ പറയാം, നാളെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. എവിടെ പറ്റിക്കുന്ന ആ ജഡ മനുഷ്യൻ ഒരിക്കലും പ്രാർത്ഥിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കില്ല. തൽക്കാലം ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് അത്. നിങ്ങൾ വിചാരിക്കുക എങ്ങനെ ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞതെന്ന്. ഞാനും ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ജഡമനുഷ്യൻ പറയും ഇന്നോടെ നന്നായിക്കോളാം. ജഡമനുഷ്യനാണ് പറയുന്നത്. നാളെ നേരം വെളുക്കുമ്പം ഈ ജഡത്തെ ഞാൻ അനുസരിച്ചില്ലേ, അതുകൊണ്ട് നാളെ അവൻ ഡബിൾ ശക്തിയിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സ്വിച്ച് താവട്ടെ കിടക്കുള്ളൂ. അതാണ് പ്രശ്നം. ഞാനൊരു ചർച്ചിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്ററുടെ ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലൊരു സ്വിച്ച് ഉണ്ട്, ഇങ്ങനെ താവട്ടെ കിടക്കുള്ളൂ. അപ്പോൾ പാസ്റ്റർമ്മ ഒന്ന് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇത് ഓഫാവുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഈ ലൈറ്റ് നിങ്ങളെങ്ങനെ ഓഫ് ചെയ്യും? അന്നേരം പറഞ്ഞു, ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു, ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ, അത് ചെയ്തിട്ടില്ല. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു, ഇപ്പം പാസ്റ്റർ അത് പഠിച്ചു. പാസ്റ്റർ വന്ന് തട്ട് തട്ടിയാൽ കറക്റ്റ് അവിടെ ഇരുന്നോളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാസ്റ്റർ പറഞ്ഞു ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. പുള്ളി വന്നിട്ട് ഒരു തട്ട് അവിടെ ഇരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ട് ആ ബാലൻസ് കിട്ടിയില്ല. പാസ്റ്റർ എങ്ങനെ അത് പഠിച്ചതെന്നറിയോ? തഴക്കത്താലുള്ള അഭ്യസനം. ഇത് നമ്മുടെ വില്ലിനെ മുകളിലോട്ട് നമ്മളങ്ങ് തിരിക്കുക. കൈക്കൊക്കെ വേദന എടുക്കും, കൈ അങ്ങ് പിടിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിയുമ്പം നമുക്ക് താഴോട്ട് നോക്കാൻ തന്നെ വിഷമം തോന്നും. എന്നാലും ഇടയ്ക്ക് സ്ലിപ്പായി പോവും. കാരണം ഈ ഒടിഞ്ഞ ആ സ്വഭാവം, ആ ശരീരത്തിൻ്റെ ആ ഒരു ആകർഷകത്വം നമ്മുടെ ശരീരം മണ്ണോട് മണ്ണ് ചേരുന്നവരെ കാണും. അതുകൊണ്ട് ഈ സ്പ്രിങ് നന്നാവാൻ പോകുന്നില്ല. അത് വിശുദ്ധീകരണത്തിൻ്റെ ആ ഒരു തീഷ്ണതയിൽ നമ്മൾ ഈ മുകളിലോട്ട് നോക്കി ഏതോ ഒരു സമയത്ത് നമ്മൾ ഈ ലൈഫിലേക്ക് അങ്ങ് സന്തോഷമായിട്ട് ആ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ നമുക്ക് പറ്റും. പിന്നെ നമുക്ക് ശരീരം കംപ്ലൈൻറ്റ് ചെയ്യും. ഇന്ന് ഇഡലി, ഇന്നലെ ഇഡലി, മിനിങ്ങാന്ന് ഇഡലി, മടുത്തു. ശരീരം പറയും, നിന്നെ അനുസരിച്ച് ഞാൻ കുറേ നാൾ നടന്നതാണ്, ഇനി നീ യാഗമായിക്കോ, ഞാൻ വേറൊരാളുടെ കൂടെ കൂടി. ഇതിനെയാണ് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത്. മനസ്സെങ്ങോട്ട് തിരിച്ചു? ആത്മാവിൻ്റെ ചിന്തകളിലേക്ക് തിരിച്ചു. അപ്പോൾ ശരീരം എന്തായി? യാഗമായി തീർന്നു. ഇതാണ് റോമാലേഖനം 12:1-2 പറയുന്നത്. എപ്പം നിങ്ങൾ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുന്നു, അപ്പം നിങ്ങൾ മനസ്സെന്ത് ചെയ്യും? പുതുക്കി ആത്മാവിനെങ്കിലേക്ക് തിരിയും. ഇനി എന്താ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണം? ഇപ്പം നിങ്ങൾക്ക് ആ പ്രാർത്ഥന കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവുന്നു. എഫേസ്യ ലേഖനം 3:20 വായിക്കാം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഓക്കെ, നല്ലൊരു വാക്യമല്ലേ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരം. എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മൾ എന്ത് ചോദിച്ചാലും അതിനേക്കാൾ കൂടുതൽ തരുന്നൊരു ദൈവം. മാരുതി 800 ഒരെണ്ണം മേടിക്കണം സെക്കൻഡ് ഹാൻഡ് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുതിയ കാർ വരുന്നത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ദൈവം. കൊച്ചിന് എങ്ങനെയും 10ാം ക്ലാസ് ജയിക്കണം എന്നായിരുന്നു ആഗ്രഹം. വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്. മൈ ഗോഡ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ദൈവം. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? എന്താ ചോദിക്കുന്നത്? ചോദിക്കുന്നത് എന്താ?
ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യും. ചോദിക്കുന്നത് എന്താ? 14 വാക്യം തൊട്ട് വായിച്ചേ. ആ ആ അപ്പം ആദ്യം ഒരു വർഷിപ്പോടുകൂടി ആരംഭിക്കുന്നത് പ്രാർത്ഥന. ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഭൂമിയിലുള്ള സകല കുടുംബത്തിനും, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും. ഈ സ്വർഗത്തിലുള്ള കുടുംബം ഏതാ? തിരുക്കുടുംബമാണോ? സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചില കുടുംബങ്ങളൊക്കെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ, എന്നാൽ വേറെ ചില കുടുംബങ്ങൾ സ്വർഗത്തിലും ഉണ്ട് ഭൂമിയിലും ഉണ്ട്. അവർക്ക് മാത്രമേ ക്രിസ്തുവിലൊരു പേര് വന്നിട്ടുള്ളൂ. സകല കുടുംബത്തിനും പേര് വന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സ്വർഗത്തിൽ പോയി എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബം. നിങ്ങൾ എത്ര കുടുംബം സ്വർഗത്തിലും ഭൂമിയിലുണ്ട്? എത്ര വ്യക്തികൾ? എല്ലാ കുടുംബങ്ങളും ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. വ്യക്തികൾ അവിടെയും ഇവിടെയുമുള്ള, അല്ലേ, അവർക്കെല്ലാം പേര് വരാൻ, ദൈവത്തിൻ്റെ മക്കളെന്ന് പേര് വരാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞതിനർത്ഥം ഇത്രയും പേരെ മക്കളായി തിരഞ്ഞെടുത്ത, സ്വർഗത്തിലും അവർക്ക് അവകാശം കൊടുത്ത, ഭൂമിയിലുള്ളപ്പോൾ തന്നെ അവർക്ക് സ്വർഗത്തിലും അവകാശം കൊടുത്ത, സ്വർഗത്തിലും ഭൂമിയിലും അവർക്ക് അവകാശം കൊടുത്ത പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. എന്ത് മനോഹരമാണ്. അടുത്തത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തമാണ്. അപ്പോൾ മഹത്വം 2 തരത്തിലുണ്ട്. ഒരു മഹത്വം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന മഹത്വം, നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് കിട്ടുന്ന മഹത്വം, പണമുള്ളവർക്ക് കിട്ടുന്ന മഹത്വം, നല്ല വണ്ടിയിൽ വരുന്നവർക്ക് കിട്ടുന്ന മഹത്വം, നല്ല ഗമയിൽ സംസാരിക്കുന്നവർക്ക് കിട്ടുന്ന മഹത്വം. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ചേസ് പാസ്റ്റർ ഇങ്ങനെ എല്ലാ ആൾക്കാരോട് തുറന്നു പറയരുത്. ഞാൻ എൻ്റെ സഭയിൽ ഇരിക്കുമ്പം എനിക്ക് പറ്റിയ തെറ്റുകളും മിസ്റ്റേക്സും എല്ലാം തുറന്നു പറയും. ഞാൻ നിങ്ങളോടും പലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറയാൻ കൊള്ളാവുന്നതൊക്കെ പറയും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സൂപ്പർ ഹ്യൂമനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെപ്പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിശുദ്ധനാണ് ഞാനും, നിങ്ങളെപ്പോലെ തന്നെ. പക്ഷേ എന്നെ ഈ സ്റ്റേജിൽ നിർത്തുന്നത് എന്താണെന്നറിയോ? എനിക്ക് തന്നൊരു കൃപാവരമാണ്. വചനത്തിൻ്റെ വ്യാഖ്യാനം എന്ന ദൈവം തന്ന കൃപാവരം മാത്രമാണ് എന്നെ നിങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കിയിട്ടുള്ളത്. നിങ്ങളിൽ ആർക്കെങ്കിലും കൃപാവരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഈ ലോകത്ത് നിങ്ങൾ കാണുന്ന മഹത്വത്തിൻ്റെ ധനം, പുറമേയുള്ള മനുഷ്യനെ അലങ്കരിക്കുന്ന മഹത്വത്തിൻ്റെ ധനം ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. അതെല്ലാം ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന മഹത്വങ്ങളുടെ പങ്കാളിത്തമാണ്. എന്നാൽ അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനം, അപ്പോൾ യേശു സമ്പാദിച്ചൊരു ധനമുണ്ട്, അല്ലേ? ഇറ്റേണലി നമ്മൾ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് അവകാശമായിട്ട് വരേണ്ട ഒരു ധനമുണ്ട്. ആ ധനം കർത്താവ് നമുക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. ആ നേടിയ ധനം എങ്ങോട്ട് വരണം? അവൻ്റെ ആത്മാവ് വഴി അകത്തെ മനുഷ്യനിലേക്ക് വരണം. ആ ധനം പുറത്തെ മനുഷ്യന് അതിനെ പ്രാപിക്കാൻ പറ്റില്ല. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പുതിയ മനുഷ്യനിലേക്ക് എന്തു വരണം? ഈ കർത്താവ് സമ്പാദിച്ച ധനം മുഴുവൻ വരണം. അതല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? കർത്താവേ, പുറം മനുഷ്യനെ അലങ്കരിക്കാനുള്ള ധനമല്ല, അകം മനുഷ്യനെ അലങ്കരിക്കാൻ വേണ്ടി കർത്താവെ നീ കണ്ണീരോടുകൂടി അധ്വാനിച്ച് സമ്പാദിച്ച് വെച്ച അവകാശമുണ്ടല്ലോ, അത് പ്രാപിക്കാൻ ആത്മാവിൻ്റെ ആ ഡോറ് തുറന്ന് അതിലൂടെ ഈ അനുഗ്രഹങ്ങൾ എൻ്റെ അകത്തെ മനുഷ്യനെ സ്ട്രോങ് ആക്കണം. പ്രാർത്ഥിക്കാറുണ്ടോ ഇത്? അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമോ, അവനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുകയല്ല ബ്രദറെ? പറയുമോ? പറയല്ല. കാരണം എന്താ? അതിനുള്ള ധനവും എവിടെ ഉണ്ട്? യൂദായോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കർത്താവിന് പറ്റുമെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ആരോടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ധനം ആര് സമ്പാദിച്ചിട്ടുണ്ട്? ഈ യൂദായോടൊക്കെ ക്ഷമിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ക്ഷമ യേശു ക്ഷമിച്ചു, ശരിയാ. ആ ക്ഷമിച്ചത് ഒരു വലിയ നീതിയായിരുന്നു. അത് ആർക്ക് വേണ്ടി, ആരുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നറിയോ? യൂദായോട് യേശു ക്ഷമിച്ചതിൻ്റെ വരെ അക്കൗണ്ടിൽ, നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്ത് രസമല്ലേ ഇത്? നമ്മുടെ അക്കൗണ്ടിൽ കർത്താവ് ഇങ്ങനെ യൂദായെപ്പോട് പോലും ക്ഷമിക്കാനുള്ള ധനം ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ കർത്താവ് ഞാനല്ല നീയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ധനമാണ്. ആരോട് വേണേലും നമുക്ക് ക്ഷമിക്കാൻ പറ്റും. കാരണം അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ ധനം നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്ന് അത് അനുഭവിക്കാൻ പറ്റാതെ നമ്മൾ പ്രാണനിൽ കിടന്ന് വെള്ളം കുടിക്കുക. ഞാനൊരു പാസ്റ്ററോട് സംസാരിക്കുകയായിരുന്നു ഒരു ദിവസം, ചെറിയ സഭയിൽ. അപ്പോൾ പാസ്റ്ററിനെ വിശ്വാസികളോട് പലരോടും വൈരാഗ്യബുദ്ധിയും വിഷമമൊക്കെയാണ്. അപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, എന്താ നിങ്ങൾ അവരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്? പറഞ്ഞു, അവർ ശരിയാവില്ല പാസ്റ്ററെ, ഭയങ്കര പ്രശ്നക്കാരാണ്. ഞാൻ പറഞ്ഞു, അവരുടെ പ്രശ്നമാണോ പാസ്റ്ററുടെ പ്രശ്നമാണോ? എന്ത് പറയും മറുപടി? മറുപടി എന്തായിരിക്കും? അവരുടെ പ്രശ്നമാണെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അവരുടെ പ്രശ്നമായിരുന്നോ? അപ്പോൾ സംഗതി വളരെ എളുപ്പമായല്ലോ, പ്രശ്നം ഇപ്പോൾ തന്നെ സോൾവ് ആവുമല്ലോ. അമ്മ നമ്മൾ പറഞ്ഞു, അതെങ്ങനെ സോൾവ് ആവും? പാസ്റ്ററുടെ പ്രശ്നമാണെങ്കിൽ സോൾവ് ചെയ്യണമെങ്കിൽ പാസ്റ്റർ നന്നാവണ്ടേ?
നമ്മൾ നന്നാകണമെന്ന് എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നു, ഇതേവരെ ശരിക്കും നന്നായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് നന്നായി വരാൻ കുറേ സമയം എടുക്കും. ഇതിപ്പോൾ അവൻ്റെ കുഴപ്പമല്ലേ? അവൻ്റെ കുഴപ്പമാണെങ്കിൽ പിന്നെ എങ്ങനെ പെട്ടെന്ന് പ്രശ്നം സോൾവ് ആവുന്നത്? ഞാൻ പറഞ്ഞു അവൻ്റെ മാത്രം കുഴപ്പമല്ലേ, പാസ്റ്റർ ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, അവൻ്റെ മാത്രം കുഴപ്പമാണ്. അപ്പോൾ പ്രശ്നം സോൾവ് ചെയ്യാൻ 1 സെക്കൻഡ് മതി. എന്ത് ചെയ്താൽ മതി? ഇയാൾ അയാളോട് ക്ഷമിച്ചാൽ മതി, തീർന്നു. നിങ്ങളുടെ വീട്ടിൽ ആരുടെയാണ് പ്രശ്നം? നിങ്ങളുടെയാണോ അവരുടെയാണോ? അവരുടെ ആണെങ്കിൽ ഇപ്പോൾ പ്രശ്നം തീർന്നു. നിങ്ങളങ്ങ് ക്ഷമിച്ചാൽ പ്രശ്നം തീർന്നു. ഈ പുള്ളി എന്നോട് ചോദിക്കുക, അപ്പോൾ അയാൾ നന്നാവേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു അയാളെ നമുക്ക് നന്നാക്കാം, ആദ്യം നമുക്കൊന്ന് ക്ഷമിക്കാം. അപ്പോൾ പുള്ളിക്ക് ദേഷ്യം വന്നു. പുള്ളിയോട് പറഞ്ഞു, ഈ ചേസ് പാസ്റ്റർ പറയുന്നത് ക്ഷമ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. കാരണം പുള്ളിയുടെ ക്ഷമ അപ്പം തന്നെ പോയി. അപ്പോൾ ക്ഷമ ഒട്ടുപോയി. ഈ ക്ഷമ, പ്രിയ സഹോദരങ്ങളെ, ക്ഷമിക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ആത്മാവിൻ്റെ ഫലമാണ് അത്. ഈ ആത്മാവിൻ്റെ ഫലം ആർക്ക് കൊടുക്കാനുള്ളതെന്നറിയാമോ? നിങ്ങൾ എൻ്റെ കൈ കൊണ്ടുവന്ന 500 രൂപ എന്നിട്ട് പാസ്റ്റർ ഇത് ദയവായിട്ട് കൊണ്ട് തന്നേക്കല്ലേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു എക്സാമ്പിൾ, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് തന്നു വിചാരിച്ചോ. അപ്പം ഞാനിത് മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു പാസ്റ്ററേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പ്രൈസ് ലോഡ് എന്ന് പറയുന്ന ആളുടെ ശരി ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒരു നേരത്തെ ആഹാരം വിളിച്ച് തരുന്നവനെ, നമ്മൾ ആവശ്യമില്ലപ്പോൾ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നവനോട് നമ്മൾ എന്താ പറയുന്നത്? താങ്ക് യു എന്നാണ് പറയുന്നത്. ഐ ഫൊർഗീവ് യു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫൊർഗീവ്നെസ് ആർക്ക് കൊടുക്കാനുള്ളതാ? ആർക്ക് കൊടുക്കാനുള്ളതാ ആ ധനം? വഴക്കാളികൾക്കും ഉപദ്രവികൾക്കും കൊടുക്കാനുള്ളതാണ്. അവർക്കെന്താ നമ്മൾ കൊടുക്കാത്ത ഈ ധനം നമ്മുടെ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ? അപ്പം ക്ഷമ എന്ന് പറയുന്ന സാധനം തന്നെ നല്ല മനുഷ്യർക്ക് കൊടുക്കാനുള്ളതല്ല. ക്ഷമ എന്ന് പറയുന്ന സാധനം മോശം ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. ആണോ അല്ലയോ? അപ്പോൾ യേശു മരണം വരെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഈ മോശം ആൾക്കാരോട് നമ്മൾ എവിടെ വരെ ക്ഷമിക്കണം? മരണം വരെ ക്ഷമിക്കണം. ഇതാ ധനം. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇത് വേണമെന്ന്? പ്രാർത്ഥിക്കാനിരിക്കുമ്പം പ്രാർത്ഥിക്കണം, കർത്താവ് ഈ അകത്ത മനുഷ്യൻ്റെ ധനം. ഈ പ്രാർത്ഥന കർത്താവിന് ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് കർത്താവിൻ്റെ ഞാൻ ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസും ക്രൈസ്റ്റ് ഇൻ മീ എക്സ്പീരിയൻസും പറഞ്ഞു. പക്ഷെ പറയാത്തൊരു കാര്യമുണ്ട്, ക്രൈസ്റ്റ് വിത്ത് മീ. എൻ്റെ കൂടെ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുക, കർത്താവ് അവൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ട് പറയാം, എൻ്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടോ? കർത്താവ് പറയും, മോനെ നിൻ്റെ കൂടെ ഞാൻ സന്തോഷിക്കുന്നു. കാരണം കർത്താവിന് അങ്ങനെ നമ്മുടെ കൂടെ സന്തോഷിക്കാൻ ഇഷ്ടമാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൂടെ പെസഹ ആചരിക്കാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചു, നിങ്ങളോട് നിന്ന് ആഹാരം കഴിക്കാൻ. ഇനി നിങ്ങൾ ആ സന്തോഷത്തിൽ വരുമ്പോഴല്ലാതെ ഞാൻ രുചികരമായ ഒന്നും കഴിക്കില്ല, മുന്തിരിച്ചാറിൽ നിന്ന് ഞാൻ അനുഭവിക്കില്ല എന്ന് കർത്താവ് പറയണമെങ്കിൽ ആ ഒരു സന്തോഷത്തിൻ്റെ ഫീസ്റ്റ് എനിക്കിനി നിങ്ങളവിടെ വന്നാലേ ഉണ്ടാവുള്ളൂ എന്നാണ് കർത്താവ് പറയുന്നത്. അത് ലിറ്ററൽ മുന്തിരിച്ചാറാണോ എന്താണോ? പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നമ്മൾ അവൻ്റെ കൂടെ ചെന്നിട്ടല്ലാതെ, അവൻ്റെ കൂടെ ഇരുന്നിട്ടല്ലാതെ ഒരു സന്തോഷം എനിക്ക് വേണ്ട എന്ന് വെച്ചവനാണ് നമ്മുടെ കർത്താവ്. അതൊരു ഭയങ്കര സ്നേഹമാണ് സഹോദരങ്ങളെ. ഒരാൾ നമ്മളെ കാത്ത് പട്ടിണിക്കിരിക്കുന്നതിന് തുല്യമായൊരു സ്നേഹമാണ് ആ വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളൊരു എക്സ്പീരിയൻസ്. ക്രൈസ്റ്റ് വിത്ത് മീ, എൻ്റെ കൂടെ ക്രിസ്തു എന്നുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, അവൻ്റെ ചിന്തകൾ എന്താണ്, അവൻ എന്നെക്കുറിച്ച് എന്താ, അവൻ എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ, ഈസ് ഹി ഹാപ്പി വിത്ത് മീ എന്നെനിക്ക് എപ്പോഴും സെൻസ് ചെയ്യാൻ. എൻ്റെ പ്രാർത്ഥനകൾ അവനെ സന്തോഷിപ്പിക്കണം. ഞാൻ അവൻ്റെ ജീവൻ്റെ പങ്കാളിത്തം ചോദിക്കുമ്പോൾ അവൻ സന്തോഷിക്കും. ഞാൻ ഈ ലോകത്തിൻ്റെ മഹത്വത്തിന് വീണ്ടും ചോദിക്കുമ്പോൾ അവൻ്റെ മേലിൽ ക്രൂശടിക്കുന്ന പോലെയാണ്, ആണിയടിക്കുന്ന പോലെയാണ് അത് അവന് ഫീൽ ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ തന്നെ നമ്മൾ അവകാശമായി ചോദിക്കുമ്പോഴാണ്. അത് റോമാലേഖനത്തിലുണ്ട്. റോമാലേഖനത്തിൽ പറയുന്നത്, മക്കളെങ്കിലോ അവകാശികളും, 8-ാം അധ്യായത്തിലാണ്, അവകാശികളും. എന്തിൻ്റെ അവകാശികളാണ്? ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശം. ഇതാണ് ഈ ഒന്നിച്ചെന്ന് പറഞ്ഞ്. ഈ കൂട്ടവകാശം എന്നുള്ള വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എൻ്റെ അപ്പന് 2 ഏക്കർ സ്ഥലവും 2 പിള്ളേരും ഉണ്ട്. 2ആയിട്ട് വീതിച്ചു എന്ന് വിചാരിച്ചോ. ഈ 2ആയിട്ട് വീതിച്ചാൽ എനിക്കും എൻ്റെ സഹോദരനും ഞങ്ങൾക്ക് കിട്ടിയ സ്വത്തിന്മേൽ കൂട്ടവകാശമാണോ വ്യത്യസ്തമായ അവകാശങ്ങളാണോ? വ്യത്യസ്തമായ അവകാശങ്ങളല്ലേ? എനിക്കുള്ളത് എനിക്കും എൻ്റെ സഹോദരനുള്ളത് സഹോദരന്. എന്നാൽ എനിക്ക് കിട്ടിയ 1 ഏക്കറിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കുമുള്ളത് വ്യത്യസ്തമായ അവകാശങ്ങളാണോ കൂട്ടവകാശമാണോ? കൂട്ടവകാശമാണ്. യേശുവിൻ്റെ കൂടെ നമുക്ക് എന്താ ലഭിക്കുന്നത്? കൂട്ടവകാശമാണ്.
എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവന് ലഭിക്കുന്ന വേറെ കുറേ അവകാശവും നമുക്ക് ലഭിക്കുന്ന വേറെ കുറേ അവകാശവും അല്ല. അവൻ എന്താണോ കിട്ടുന്നത് അതിൻ്റെ തന്നെ അവകാശമാണ് നമുക്കും കിട്ടുന്നത്. അപ്പോൾ അവകാശം എന്ന് പറയുന്നത് എപ്പോഴും ക്രിസ്തുവിന് എന്ത് ലഭിച്ചോ അതിൻ്റെ കൂടെയുള്ള കൂട്ടവകാശമാണ് അവൻ്റെ മണവാട്ടിക്കും ലഭിക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാം അവൻ്റെ മണവാട്ടിയുടെ പങ്കാളിത്തമാണ്. നമ്മൾ ക്രിസ്തുവിൽ എന്ന മഹാപുരോഹിതൻ്റെ സിംഗൽ നോക്കുമ്പോൾ അങ്ങനെ, ആ സിമ്പൽ നോക്കുമ്പോൾ അങ്ങനെ, ക്രിസ്തു എന്ന മണവാളനും മണവാട്ടി നോക്കുമ്പോൾ അങ്ങനെ, അവൻ്റെ സ്വത്തിലേക്ക് നമ്മളെ ആ സഭയെ അവൻ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവനോടുകൂടെ നമുക്ക് എന്താണ്? കൂട്ടവകാശമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യേശു നടന്ന ഒരു നടപ്പ് തൃശ്ശൂരിൽ നടക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം ധനം ആവശ്യമാണോ അതെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് മാത്രമല്ല, പുനരുത്ഥാനത്തിൽ അവൻ എന്തെല്ലാം തേജസ് പ്രാപിച്ചിട്ടുണ്ടോ അതിന്മേലെല്ലാം നിങ്ങൾക്ക് കൂട്ടവകാശമുണ്ട്. ഇതാണ് അവകാശം. പിന്നെ അവകാശമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അത് അവകാശമില്ല, അത് ദൈവം ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ സ്തോത്രം, കിട്ടിയില്ലെങ്കിലും സ്തോത്രം. പക്ഷെ അവകാശം മാത്രം ചോദിക്കുന്നവന് ലഭിക്കാതെ പോവുകയില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്നാൽ ഈ അവകാശം മുഴുവൻ വ്യത്യസ്ത അവകാശങ്ങളല്ല, അതെല്ലാം ക്രിസ്തുവിനോട് കൂടെയുള്ള കൂട്ടവകാശമാണ്. വിശ്വസിക്കുന്ന ആർക്കും, നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വസിക്കണോ? ഇതുവരെ അങ്ങനൊരു വിശ്വാസം കർത്താവിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി, കർത്താവേ എന്നെ രക്ഷിക്കണേ, ഞാൻ ഈ മണ്ണിൽ ഈ പ്രകൃതത്തിൽ കർത്താവെ നിന്നെ മിസ്യൂസ് ചെയ്യുന്നതല്ലാതെ നിന്നോടൊരു സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ല. കർത്താവെ നിൻ്റെ ധനത്തോട് എനിക്ക് ആഗ്രഹം തോന്നിയിട്ടില്ല. എനിക്ക് ആഗ്രഹം തോന്നുന്നു മുഴുവൻ ഈ ലോകത്തിലെ ധനത്തോടാണ്. എൻ്റെ കർത്താവെ എന്നെ നീ രക്ഷിക്കണേ എന്നൊരു ഒറ്റ നിലവിളി കർത്താവിനോട് നിലവിളിച്ചാൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവം നിങ്ങളെ അപ്പം തന്നെ രക്ഷിച്ചിരിക്കും. നിങ്ങൾക്കങ്ങനെ നിലവിളിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് തന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ നിലവിളിക്കാനും കഴിയില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ധനം നമ്മുടെ അകത്തെ മനുഷ്യനെ സ്ട്രോങ് ആക്കും. അപ്പോൾ സ്ട്രോങ് ആക്കുമ്പോൾ യേശു കാണിച്ച എനിക്ക് ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ധനം നമ്മൾ മനസ്സിലാക്കുന്നത്, യേശുവിൻ്റെ നീതി എപ്പോഴും മരണം വരെയായിരുന്നു. സ്നേഹിച്ച മരണം വരെ, ക്ഷമിച്ച മരണം വരെ, അനുസരിച്ച മരണം വരെ. അതുകൊണ്ട് ക്രൂശിൽ വലതുഭാഗത്ത് ക്രൂശിൽ കിടന്ന കള്ളൻ യേശുവിൻ്റെ നീതി കാണുന്നത് എല്ലാ നീതിയും മരണം വരെ. അപ്പോൾ അവനെ ചിന്തിക്കുകയാണ്, മരണം വരെ ഒരാൾ ക്ഷമിക്കണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടാൽ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ മരണത്തിനപ്പുറത്ത് എനിക്ക് എന്തെങ്കിലും അതിന് പ്രതിഫലം കിട്ടണം. മരണത്തിനപ്പുറത്താണ് പ്രതിഫലം മരണം വരെയുള്ള നീതിക്ക്. അതുകൊണ്ടാണ് പുനരുത്ഥാനം ചെയ്ത യേശുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിൻ്റെ ധനം സ്നേഹമാണെങ്കിൽ സ്നേഹം, ആത്മാവിൻ്റെ ഫലമെങ്കിൽ ആത്മാവിൻ്റെ ഫലം. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ എന്താണോ വേണ്ടത് അതെല്ലാം ക്രിസ്തുവിൻ്റെ ധനമാണ്. ആ ധനത്തിന്മേൽ നമുക്ക് അവകാശമുണ്ട്. നമുക്കത് അവകാശമായി തന്നെ ചോദിക്കാം. കർത്താവെ, നീ ഈ ലോകത്ത് അനുഭവിച്ച നിന്ദയ്ക്ക് നിന്ദ, കഷ്ടത്തിന് കഷ്ടം, സന്തോഷത്തിന് സന്തോഷം, പിതാവിലുള്ള ആനന്ദത്തിന് ആനന്ദം, സ്വർഗീയ നിക്ഷേപങ്ങൾ, നീ നടക്കുവാൻ, നീ സ്നേഹിക്കാൻ, നിൻ്റെ ഉള്ളിൽ ലഭിച്ച ധനം, എല്ലാത്തിനും എനിക്ക് അവകാശമാണ്. ചോദിച്ചു മേടിച്ചോ? ചോദിക്കാതെ ചിലർക്ക് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും സ്തോത്രം. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഓക്കെ, അപ്പോൾ യൂദായെ സ്നേഹിച്ച സ്നേഹം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. യൂദാ കള്ളനാണെന്ന് യേശുവിന് നേരത്തെ അറിയാമായിരുന്നല്ലേ? അല്ലേ? യൂദായുടെ കയ്യിൽ ഭണ്ഡാരപ്പെട്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് ഇടയ്ക്ക് യൂദാ അടിച്ചു മാറ്റുമായിരുന്നു. എന്തൊരു കഷ്ടമാണ്. യേശുവിൻ്റെ കൂടെ നടന്നിട്ട് ഈ പണി കാണിക്കാമെന്ന് പറഞ്ഞു. അവൻ എന്താ വിചാരിച്ചല്ലേ? എന്തൊരു മനസ്സായിരുന്നത്. യേശുവിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. കർത്താവിന് അറിയാമായിരുന്നു, മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവൻ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവൻ്റെ കയ്യിൽ തന്നെ അത് കൊടുത്തു. പത്രോസിനോട് പറഞ്ഞില്ല, ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ, ഇവൻ അടിച്ചു മാറ്റുന്നുണ്ട്, നിങ്ങളെന്തെങ്കിലും കാണണമെന്ന് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ അപ്പം തന്നെ അടുത്തോട് പറഞ്ഞു, അവനൊന്ന് സൂക്ഷിച്ചോണ്ടോ, അവൻ ആൾ ശരിയല്ല, അവൻ്റെ ഒരു പൈസ കൊടുക്കുന്നു, സൂക്ഷിച്ച് വേണമെന്നൊക്കെ പറഞ്ഞേനെ. എന്നോടും പലരും പറയാറുണ്ട്, നിങ്ങളെ ചേസിനെ ആരും പറ്റിച്ചിട്ട് പോകും. ഞാൻ പറയും, എന്നെ ഇന്നേവരെ ആരും പറ്റിച്ചിട്ടില്ല. യൂദാ യേശുവിനെ പറ്റിച്ചോ? പറ്റിച്ചോ ഇല്ലയോ? പറ്റിച്ചില്ല. എന്തുകൊണ്ട് പറ്റിച്ചില്ല? യേശുവിനെ നേരത്തെ അറിയാമായിരുന്നു ഇവൻ പറ്റിക്കുമോ. നീ നേരത്തെ പറ്റിക്കുമെന്ന് അറിയുമെങ്കിൽ പിന്നെ പറ്റിച്ചു എന്ന് പറയാൻ പറ്റുമോ? അറിഞ്ഞിരുന്നോണ്ടല്ലേ. പറ്റിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്? വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്തു, ചതിച്ചു. യൂദാ യേശുവിനെ ചതിച്ചോ? ഇല്ല. യൂദായുടെ കണ്ണിൽ നോക്കുമ്പോൾ ചതിച്ചു, പക്ഷേ യേശുവിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ചതിച്ചിട്ടില്ല. കാരണം എന്താ? യേശുവിനെ നേരത്തെ അറിയാമായിരുന്നു, ഇവൻ ഇതേ പണി തന്നെ കാണിക്കുള്ളൂ. അപ്പോൾ യേശുവിനൊരു ചതിയൊന്നും പറ്റിയിട്ടില്ല. നമുക്കും അങ്ങനെ ചതിയൊന്നും പറ്റിയില്ല. നമ്മുടെ അടുത്ത് വരുന്ന ആർക്കും നമ്മളെ പറ്റിക്കാൻ അവകാശമുണ്ട്. ഒരു പയ്യൻ ഞങ്ങളുടെ ചർച്ച വന്നപ്പം പറഞ്ഞ മഹാപ്രശ്നക്കാരന് ചേസിനെ പറ്റിക്കും, ചേസിന് ഇങ്ങനെയുള്ളവരൊന്നും ഡിസൈൻ ചെയ്യാൻ അറിയത്തില്ല, എല്ലാവരും വിളിച്ച് സ്നേഹം ഇതാന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, എന്നെ ആരും പറ്റിക്കില്ല. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് തലമുടി നാല് താഴെ വീഴുന്ന ദൈവം അറിയാതെ പോവില്ല.
പിന്നെ ആർക്കും എന്നെ പറ്റിക്കാം എന്ന് ഞാൻ നേരത്തെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പറ്റിക്കുന്നവരെല്ലാം പറ്റിച്ചുകൊണ്ട് പോട്ടെ. അപ്പോൾ ഇവൻ എന്നെ പറ്റിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പം യൂദായ്ക്ക് കർത്താവിനെ പറ്റിക്കാൻ പറ്റില്ല. പക്ഷേ കർത്താവിനെ ചേഞ്ച് ചെയ്യാൻ യൂദായ്ക്ക് പറ്റില്ല. അവിടെയാണ് കർത്താവിൻ്റെ ജയം. നമ്മുടെ അടുത്തൊരു ശത്രു വന്ന് നമ്മളെ കുറിച്ച് 2 ദോഷാഭിപ്രായം പറയുമ്പോഴേക്കും നമ്മളങ്ങ് മാറിപ്പോവും. നമ്മളെ മാറ്റാൻ അവന് കഴിയും. നമ്മളെക്കൊണ്ട് 2 വർത്തമാനം പറയിപ്പിക്കാൻ അവനെക്കൊണ്ട് പറ്റും. പക്ഷേ യൂദായ്ക്ക് യേശുവിനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല. അതാണ് വിക്ടറി. എത്ര ഇരുട്ട് വന്ന് വളഞ്ഞിട്ടും യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് കൃപയല്ലാതെ ഒന്നും വന്നില്ല. കാരണം അവനിൽ പാപമുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രതിസന്ധിയുടെ കർത്താവ് കടന്നുപോയത്. നമ്മൾ ചെയ്ത തെറ്റ് ഒരാൾ കുറ്റം പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ കർത്താവ് ചെയ്യാത്ത തെറ്റ് അവൻ്റെ മേൽ ആരോപിക്കുമ്പം അവൻ ശാന്തമായിട്ട് ആരോപിക്കുന്നവനെ നോക്കി സന്തോഷത്തോടെ സ്നേഹത്തോടെ അവനെ നോക്കണമെങ്കിൽ ആ സ്നേഹമെന്ന് പറയുന്നത് ഒരു ഇരുട്ടിനും തോൽപ്പിക്കാൻ പറ്റാത്ത സ്നേഹം. ഇതാണ് ധനം. ഈ ധനത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അറിയോ? ഇനി വേറൊരു കാര്യമുണ്ട്. ഈ യൂദ യേശുവിന് ഒറ്റിക്കൊടുക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. അപ്പോൾ യേശു പറയാണ്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ ശിഷ്യന്മാരാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് അത് യൂദയായിരിക്കും. കാരണം നമുക്ക് നേരത്തെ ഒരു അസസ്മെൻ്റ് ഉണ്ടായിരിക്കും, ഇവൻ ആൾ ശരിയല്ല, ഇവൻ നന്നായിട്ടില്ല, ഇവൻ്റെ പ്രാർത്ഥനയെല്ലാം തട്ടിപ്പാട്ട്, നമ്മളങ്ങനെ വിധിക്കുമല്ലേ. ഈ ശിഷ്യന്മാർക്ക് ഒരാൾക്ക് യൂദായെ സംശയമില്ലായിരുന്നു. ഒരാൾ പോലും സംശയിച്ചില്ല. ഈ അടിച്ചു മാറ്റിയിട്ടും അവൻ്റെ സ്വഭാവം വേറെയായിട്ടും 3.5 വർഷമായിട്ടും യൂദായെ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് യൂദായെ ദൈവം അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്തു. യേശു അവൻ നാണക്കേടുണ്ടാക്കാതെ, കൂട്ടുകാരുടെ ഇടയിൽ അപമാനിക്കപ്പെടാതെ അവനെ സ്നേഹിച്ച് സംരക്ഷിച്ചു. അവസാനം ലാസ്റ്റ് വേദനയോടെ കർത്താവ് പറഞ്ഞ് എൻ്റെ ശരീരമാണെന്നൊക്കെ പറഞ്ഞ് അവസാനം അപ്പം നുറുക്കിയ ശരീരത്തിൻ്റെ ഒരു കഷ്ണം എടുത്ത് യേശു നുറുക്കുമ്പം അവൻ്റെ ശരീരത്തിൻ്റെ നുറുക്കുന്ന വേദനയോടെ യേശു അത് ചെയ്യുന്നു. നമ്മൾ നുറുക്കുമ്പോൾ അത് ഓർമ്മ മാത്രമാണ്. പക്ഷേ യേശു നുറുക്കുമ്പം അവനറിയാം അവൻ്റെ ശരീരം ഇതുപോലെ. അപ്പം അതിൻ്റെ ആ അപ്പം എടുത്ത് പാനപാത്രത്തിൽ മുക്കി അവൻ്റെ വായിലേക്ക് കൊടുക്കുമ്പം അവൻ അപ്പോഴും ആ വലിയ സ്നേഹത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നത്. ആ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു മനസ്സാണ് പിശാചെന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും അപ്പം തിന്നുകൊണ്ടാണ് പിശാച് കയറിയുന്നത്. അതുകൊണ്ടല്ല, ആ വലിയ സ്നേഹത്തെയാണ്. അത് കർത്താവിനെ മാറ്റാൻ അവന് പറ്റുന്നില്ല. ഹീസ് ബീങ് പ്രൊട്ടക്റ്റഡ്. അപ്പോഴും ലാസ്റ്റ് മോമെൻറ്റിലാണ് അത് ആ അപ്പം എടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത്. വേദനയോടെ നീ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് വെളിപ്പെടുത്തുക. അപ്പോഴും അവന് അയ്യോ കർത്താവേ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല, മാനസാന്തരപ്പെടാൻ പറ്റുന്നില്ല. വെൻ വി ഹാവ് ഗോൺ ടു എ ഫാർ ഡിസ്റ്റൻസ് അവേ ഫ്രം ക്രൈസ്റ്റ്, പിന്നെ ഒരു ടേണിംഗ് ബാക്ക് ഭയങ്കര പാടാണ്. ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വായിച്ച ഒരു നോവൽ, ഒരു ഡ്രാമയുണ്ട്. ക്രിസ്റ്റഫർ മാർലോ എന്ന് പറഞ്ഞ് എഴുതിയ ഒരു ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറഞ്ഞൊരു ഡ്രാമ. ഈ ഡോക്ടർ ഫോസ്റ്റസിൻ്റെ കഥ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് വായിക്കുന്നത്. ഈ ഡോക്ടർ ഫോസ്റ്റസ് ഒരു ലോക സ്നേഹിയായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പിശാചുമായിട്ടൊരു എഗ്രിമെൻറ്റിലെത്തുകയാണ്. ഈ കൃത്യമായ ഓർമ്മകളില്ല കേട്ടോ, ഏകദേശം ഇതാണ് കഥ. പിശാചുമായിട്ടൊരു എഗ്രിമെൻറ്റിലെത്തുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ എൻജോയ്മെൻറ്റും നീ എനിക്ക് തരണം, അതിന് ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ നടക്കുകയില്ല, നിൻ്റെ അടുത്ത്. ഈ ക്രിസ്റ്റഫർ മാർലോയുടെ ഏറ്റവും വലിയ അപകടം, ഈ കഥ വായിച്ച ശേഷം ക്രിസ്റ്റഫർ മാർലോയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഈ മനുഷ്യൻ ഡെവിളുമായിട്ടൊരു ഉടമ്പടി എടുക്കുക, ഈ ലോകത്തുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നീ എനിക്ക് തരണം. അപ്പം ഡെവിൾ പറഞ്ഞു അത് വളരെ നിസ്സാരമാണ്, കാരണം ഇതിൻ്റെ മഹത്വമല്ല എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാണെങ്കിലും ലോകവും അതിൻ്റെ മഹത്വം എനിക്കുള്ളതാണ്. വ്യത്യാസം മനസ്സിലായോ? ഭൂമിയും ഭൂതലവും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്, പക്ഷേ ഈ ലോകവ്യവസ്ഥയും അതിൽ നിന്ന് വരുന്ന മഹത്വവും പിശാചിൻ്റെ കയ്യിലുള്ളത്. പാപത്തിൻ്റെ സുഖം, അതിൻ്റെ ജഡീക അഭിലാഷങ്ങൾ, ഇതെല്ലാം അവൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ നിനക്ക് ലോകത്തിലെ സുഖങ്ങൾ തരാം, പക്ഷേ പകരം നിൻ്റെ സോൾ, നിൻ്റെ പ്രാണനാണ് എനിക്ക് വേണ്ടത്. അവൻ പറഞ്ഞു ഓക്കെ, ഇപ്പം തരാൻ പറ്റിയല്ല, മരിക്കുന്ന സമയത്ത് മതി, മരിക്കുന്ന സമയത്ത് നിൻ്റെ പ്രാണൻ ഞാൻ കൊണ്ടുപോകും. ഇവൻ വിചാരിച്ചാൽ എപ്പം മരിക്കാനൊക്കെ കുറേ നാൾ. ഇവൻ നേരെ ലോകത്തിലോട്ട് പോയി ചോദിക്കുന്നതെല്ലാം ഈ പിശാച് അവന് സാധിച്ചു കൊടുക്കുകയാണ്. അവൻ പറയാണ്,
പണ്ടെങ്ങാണ്ട് ജീവിച്ചിരുന്ന ഒരു രാജ്ഞിയുടെ കൂടെ ഒരു ദിവസം താമസിക്കണം. എൻ്റെ പ്രാർത്ഥനയാണ്. പിശാചിനോടാണ്. പിശാച് ഉടനെ ഒരു ദുർബോധത്തെ ഇങ്ങ് വിളിക്കും. കണ്ടാൽ വൃത്തികെട്ട ഒരു ദുർബോധത്തെ വിളിച്ചിട്ട് പറയും, നീ ആ രാജ്ഞിയായിട്ട് അവൻ്റെ അടുത്ത് ചെല്ലാൻ. അങ്ങനെ രാജ്ഞിയൊന്നുമില്ല, അതൊക്കെ നരകത്തിൽ പണ്ടേ പോയതാ. ഇവനിങ്ങനെ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് അവസാനം എൻ്റെ മരണത്തിൻ്റെ സമയമാവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന മരണത്തിൻ്റെ സമയമാകുമ്പോൾ പിശാച് പറയും, നിൻ്റെ ലോകത്തിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു, ഇനി നീ എൻ്റെ കൂടെ വരാൻ സമയമായി. അപ്പോൾ ഇവൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ഭയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് എവിടെയെല്ലാം ദുഷിച്ചതിനകത്ത് കിടക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ മരണഭയത്തോട് കൂട്ടും. പ്രത്യാശയാലല്ലാതെ നമ്മൾ ജീവിച്ച ജീവിതത്തിലെല്ലാം വരുന്നത് മരണഭയം നമ്മളിൽ വർദ്ധിക്കാൻ. ഈ ഡോക്ടർ ഫോസ്റ്റേഴ്സ് അവസാനം കരഞ്ഞ് നിലവിളിക്കും, ഒരു ദിവസം കൂടെ ഒരു എക്സ്റ്റൻഷൻ. എന്നിട്ട് പറയുന്നത് ഒരു രക്ഷയില്ല, കാരണം ഇവിടെ കനിവെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉദിക്കുന്നില്ല, കരുണ എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഇല്ല. അപ്പോൾ ഇവൻ വിളിക്കുക. അപ്പോൾ ഇവൻ ഓർക്കുകയാണ്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പാവം കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുവന്നിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഏത് പാപത്തിന് കർത്താവിൻ്റെ അടുത്ത് ക്ഷമയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്ന് പറയാൻ പറ്റുന്നല്ലാതെ ഇവൻ്റെ വായിൽ നിന്ന് കർത്താവ് എന്നുള്ള ശബ്ദം വരുന്നില്ല, വിളിക്കാൻ പറ്റുന്നില്ല, ആ ഫെയ്ത്ത് വെക്കാൻ പറ്റുന്നില്ല. അവിടെ ഒന്നുമില്ല, എംപ്റ്റി ആയിപ്പോയി. ഈ ലോകത്തിൻ്റെ സത്ത് ഊറ്റിക്കുടിച്ച് ദൈവമേ എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പുള്ളി പിശാച് അവനെ നിലവിളി അലറി വിളിച്ചവൻ കരഞ്ഞുകൊണ്ട് പിശാചിലൂടെ പോകുന്നതാണ് അതിൻ്റെ അവസാനം ക്ലൈമാക്സ്. ഇത്രയും വലിയ കഥ എഴുതിയ ക്രിസ്റ്റഫർ മാർലോ കള്ളും കുടിച്ച് പൂസായി പബ്ബിൽ കിടന്ന് വഴക്കുണ്ടാക്കി ആരോ കത്തിക്കൊണ്ട് കുത്തി കൊല്ലുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ക്രിസ്റ്റഫർ മാർലോ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനെ പോലെ തലയ്ക്കകത്ത് ബുദ്ധിയുള്ള ഒരാളുണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഷേക്സ്പിയർ ഒന്നും ഇവൻ്റെ എഴുത്തിൻ്റെ പുറകെ പോലും വരില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഒരൊറ്റ പുസ്തകം എഴുതാൻ പറ്റുള്ളൂ, കയ്യിലിരിപ്പ് കാരണം. ഈ പുറത്തെ മനുഷ്യന് നമ്മൾ ആഡ് ചെയ്യുന്തോറും അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, മാനസാന്തരപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ, ഒന്ന് കരയണമെന്ന് വിചാരിച്ചാൽ കണ്ണുനീര് വരാൻ പറ്റാത്ത അവസ്ഥയിൽ എത്ര നാളായി സഹോദരങ്ങൾ. നിങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക, അവൻ്റെ സങ്കടത്തെ നോക്കുക, അവൻ്റെ സന്തോഷത്തെ നോക്കുക. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ നോക്കിയിട്ട് പറ, കർത്താവേ, ഇനി ഞാൻ നിന്നെ അല്ലാതെ ഒന്നിനെ ആഗ്രഹിക്കാൻ എനിക്കിട വരരുത്. നിൻ്റെ ധനത്താലല്ലാതെ വേറൊരു ധനത്തിൻ്റെയും സമൃദ്ധി ഞാൻ ആഗ്രഹിക്കരുത്. ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എനിക്ക് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം തരാൻ നിനക്ക് സാധിക്കുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ ധനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എത്ര ഈസിയായിട്ട് ഡെവിൾ നമ്മളെ ഡിസീവ് ചെയ്യുന്നതെന്നറിയോ? അപ്പോൾ ആളുകളെ സ്നേഹിക്കാനും കരുതാനും ക്ഷമിക്കാനും യൂദായെപ്പോലൊരാളെ വരെ ചേർത്ത് നിർത്താനും അവൻ ചതിക്കുമെന്നും ഒറ്റിക്കൊടുക്കുമെന്നും അറിഞ്ഞുകൊണ്ടും ചേർത്ത് നിർത്താനും മാത്രം ധനം ആർക്കുണ്ടായിരുന്നു? യേശുവിനുണ്ടായിരുന്നത് മാത്രമല്ല, ആ ധനം അവൻ കഷ്ടം അനുഭവിച്ച് സഹിച്ച് നേടിയത് നമുക്ക് വേണ്ടിയാണ്. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കാൻ തക്കവണ്ണം സ്വർഗീയ ധനങ്ങളുടെ ഒരു വലിയ കലവറയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ക്രൈസ്റ്റ് ഇൻ മീ പൊസിഷനിലേക്ക് നമ്മൾ വരുമ്പോൾ, ക്രിസ്തു എന്നിൽ വസിക്കുമ്പം അടുത്ത പ്രാർത്ഥന ഏതാണ്? എൻ്റെ അകം മനുഷ്യൻ ശക്തിപ്പെടണം, അതിന് ആത്മാവിൻ്റെ റിസോഴ്സസ് വേണം, ക്രിസ്തു മഹത്വം എന്നെണ്ണുന്ന കാര്യങ്ങൾ വേണം. അതുകൊണ്ട് മാത്രം എൻ്റെ അകം മനുഷ്യൻ ശക്തിപ്പെടുകയുള്ളൂ. അടുത്ത വാക്യം, ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ഇത് കേട്ടോ, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും. ഒന്ന് നോക്കിക്കേ, നമ്മൾ കൃപയാലാണ് ക്രിസ്തുവിലായതെങ്കിലും വിശ്വാസത്താലാണ് ക്രിസ്തു നമ്മളിലാകുന്നത്. ക്രിസ്തു നമ്മളിലാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളിലാകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, എപ്പോഴും ഒരു പ്രാവശ്യം ആയാൽ മതി. പക്ഷേ നമ്മളിൽ വസിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ കാരണം, ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നെന്ന് വിചാരിച്ച ഒരു ഗസ്റ്റായിട്ട് നിങ്ങൾ എന്നെ എവിടെ ഇരുത്തും? ലിവിങ് റൂമിലിരുത്തും, ചായ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം തരും, അത് കുടിച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും. ആണോ അല്ലയോ? അതേസമയത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വസിക്കുവാണെങ്കിലോ എല്ലാ റൂമിലും കയറും, അല്ലേ? വീടെൻ്റെ സ്വന്തമാവും. നിങ്ങൾ അലമാര പൂട്ടി വെച്ചില്ലെങ്കിൽ അലമാര പോലും ചിലപ്പോൾ തുറന്നു നോക്കിയെന്ന് വരും. വസിക്കുമല്ലേ, കുറേ നാൾ കഴിയുമ്പോഴേ, 5-6 മാസമൊക്കെ കഴിയുമ്പോഴേ ചിലപ്പം അങ്ങനെ ഫ്രീഡമൊക്കെ ഉണ്ടായിരുന്നു വരും. അപ്പം നമ്മൾക്ക് കർത്താവ് രാവിലെയും വൈകിട്ടും പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് പോയി കണ്ട് ക്ലോസ് ചെയ്യുന്നൊരു ഗസ്റ്റ് ആവരുത്. അവൻ നമ്മുടെ എല്ലാ മുറിയിലും കയറി വരണം.
ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അയൽവക്കക്കാരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പിള്ളേരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ആ മുറികളിലെല്ലാം യേശു രാജാവായിട്ട് വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. അതാണ് കർത്താവ് നമ്മളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഹീ ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ റൂംസ്, ഓൾ മൈ റൂംസ്, ഓൾ മൈ തോട്ട്സ്. അവന് പ്രവേശനമില്ലാത്ത ഒരു മുറിയും എനിക്ക് വേണ്ട. ഇതാണ് ഫെയ്ത്ത് നമുക്ക് ചെയ്തു തരുന്ന കാര്യം. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കും. അവൻ വസിച്ചാൽ പിന്നെ ഒട്ടും ഇരുട്ടില്ല. നിങ്ങളെ കാണുന്ന പിള്ളേർ വിചാരിക്കും, എന്തു പറ്റി എൻ്റെ അമ്മയ്ക്ക്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിശ്വാസത്തിൽ വന്നൊരു സഹോദരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ ഭർത്താവെല്ലാം ഹിന്ദുക്കളാണ്, ഭയങ്കര എതിർപ്പുവാൻ. ഈ ഭർത്താവിന് ഒരു ഫോൺ ചെയ്യുമ്പോൾ എല്ലാം പ്രൈസ് ദി ലോർഡ്, സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ ചെയ്യുന്നത്. കാരണം പുള്ളിക്കാർ നീ വീട്ടിൽ പോയാൽ ഇത് പറയാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ എല്ലാ സമയത്തും ഇരിക്കുന്നത്. അപ്പോൾ ഭർത്താവിന് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എങ്ങനെ വന്നതെന്നറിയാം? ഭർത്താവ് ആദ്യം ഭാര്യയ്ക്കിട്ട് നല്ല പൊട്ടിട്ട് കൊടുക്കുമായിരുന്നു, നല്ല ചവിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഭർത്താവ് പറയാം, എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്, ചവിട്ടൊന്നുമില്ല. എന്താ കാര്യം എന്നറിയാം? ഈ സഹോദരി പറയാം, എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പം കർത്താവ് ഉള്ളിൽ വന്നപ്പം ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഭർത്താവിന് ചവിട്ടാൻ പോയിട്ട് ഉപദ്രവിക്കാനൊന്നും തോന്നുന്നില്ല. ഭർത്താവ് പറയും, നിനക്ക് എങ്ങനെ ഇത്രയും വലിയ മാറ്റം ഉണ്ടായത്? അപ്പോൾ ഭാര്യ പറയാണ്, കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് ഭർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പുള്ളിക്ക് ഭാര്യയുടെ മുമ്പിൽ സമ്മതിക്കാൻ നാണക്കേടായതുകൊണ്ട് ഒരു കത്തോലിക്കാ പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ചു. ഭാര്യ നന്നായന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ക്രിസ്തു ഉള്ളിൽ വസിച്ചാൽ അവിടെ ആളുകളെല്ലാം അവരുടെ അപ്പനെ അമ്മയും ഞാൻ കണ്ടപ്പം ആ അപ്പനും അമ്മയും പറഞ്ഞു, ഞങ്ങളുടെ മകളുടെ പ്രാർത്ഥനയും ജീവിതവും എന്ത് പ്രശ്നത്തിനു മുമ്പിലും ചിരിച്ചോണ്ട് കർത്താവിന് സ്തോത്രം എന്ന് പറയുന്നത്. അവരുടെ അനിയൻ 28 വയസ്സുകാരൻ യുവാവ് നായർ, അവൻ പറയുന്ന ചേച്ചി പറയുന്ന പോലെ ജീവിക്കും. എന്ത് സമാധാനമോ! അവനെക്കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഇവരെല്ലാം കാണുന്നുണ്ടൊരു കാഴ്ച. ക്രിസ്തു അകത്ത് വസിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. അവൻ വസിക്കുമ്പോൾ നമ്മുടെ ചുറ്റും അവൻ്റെ വെളിച്ചം അടിച്ചുകൊണ്ടേയിരിക്കും. ഞാനിപ്പം ജീവിതത്തിൽ സമാധാനം ആർക്കെങ്കിലും ഇത്തിരി കുറവാന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ഇവരുടെ നമ്പർ അവർക്ക് കൊടുക്കും. കാരണം ഒറ്റയ്ക്കൊരു സ്ത്രീ, ഒരു പെൺകുട്ടി കർത്താവിനെ അനുഭവിക്കുന്നത് എങ്ങനെയാണ്, അതിന് സന്തോഷിക്കുന്നത് എങ്ങനെയാണ്, എല്ലാറ്റിനും നടുവിൽ ആനന്ദിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ഈ മൂത്ത അപ്പച്ചന്മാർ അമ്മച്ചിമാരൊക്കെ ഒന്ന് അറിയുന്നത് നല്ലത്. ഞാൻ പറയാൻ കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാനിത് പറയുമ്പോൾ എൻ്റെ സഭയെ ഞാൻ പറഞ്ഞു, നമ്മൾ രക്തസാക്ഷികളൊക്കെ ഉണ്ടായ ശേഷം അവരെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ട് കാര്യമില്ല. ഏത് സമയത്തും മരിക്കാൻ തയ്യാറായ ആൾക്കാരുള്ളപ്പം അവരെ നമ്മൾ കാണുക, അവരിൽ നിന്ന് പഠിക്കുകയും വേണം. ഇത് ഞാൻ പറയാൻ കാരണം, ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ നമ്മുടെ വീട്ടിൽ അതറിയാൻ പറ്റും. ആ വെളിച്ചം അവിടെ അടിക്കാതിരിക്കില്ല. അവൻ വസിച്ചാൽ അവൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടാതിരിക്കില്ല. പക്ഷെ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് ഞാൻ പറയുമ്പം എന്നിൽ വസിക്കുന്ന ക്രിസ്തു എൻ്റെ അടുത്തിരിക്കുന്നവനെ തൊടും, സ്പർശിക്കും. അവിടെ അശുദ്ധിക്ക് സ്ഥാനമില്ല. പാപം തന്നെ പോവും. പാപികളായ ആളുകൾ സംസാരിക്കുമ്പം നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ പാപം ഇല്ലാതായി പോകും. ആ അഡിക്ഷൻസ് പോവും. ഞാനിതിനെല്ലാം അനുഭവസ്ഥനാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ലൈറ്റ് പ്രസരിപ്പിക്കുമ്പോൾ ആ പാപികളായ സ്ത്രീകൾ ഒത്തിരി യേശുവിൻ്റെ അടുത്ത് വന്നു. പക്ഷേ ആ വെളിച്ചം ഭയങ്കര വരുന്നു. അവരുടെ പാപങ്ങളോട് അവർക്ക് അറപ്പ് തോന്നിപ്പിക്കുന്ന പോലത്തെ ഒരു വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് അടിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ തന്നെ ഇരുട്ടിലായാൽ ഈ ഇരുട്ട് എന്ത് ഭീകരമായിരിക്കും അല്ലേ? നിങ്ങളിലുള്ള വെളിച്ചം ഇരുട്ടായി പോയാൽ ആ ഇരുട്ടിൻ്റെ അവസ്ഥ ആകെ ഈ വിശ്വാസികൾക്ക് കാണാൻ പറ്റുന്ന ഒരു വെളിച്ചം, അവിശ്വാസികൾക്ക് കാണാൻ പറ്റുന്ന വെളിച്ചം എന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാരാണ്. അവർ ഇരുട്ടായി പോയാൽ പിന്നെ ആ ഇരുട്ടിൻ്റെ ഭീകരാവസ്ഥ എന്തായിരിക്കും? എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ വിശ്വാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിനാ പ്രിയ സഹോദരങ്ങളെ. കുറച്ചുകൂടെ നല്ലൊരു വീട്ടിൽ താമസിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് സാജു മാത്യു എന്ന് പറഞ്ഞൊരു സഹോദരൻ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞ ഈ കഥ, ഞാൻ 5 സ്റ്റാർ ഹോട്ടലിലും കിടന്നിട്ടുണ്ട്. കിടന്ന് ആകാശത്തേക്ക് നോക്കിയാൽ 5000 നക്ഷത്രങ്ങളെ കാണാവുന്നിടത്തും കിടന്നിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലിലും കിടന്നിട്ടുണ്ട്. ആകാശത്തേക്ക് നോക്കിയാൽ 5000 സ്റ്റാർസ് കാണാവുന്ന സ്ഥലത്തും കിടന്നിട്ടുണ്ട്. പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ. എഗ്രി വിത്ത് മീ?
എന്നിട്ട് പുള്ളി ഒരു വാക്കൂടെ പറഞ്ഞു, ഉറക്കം വന്നില്ലെങ്കിലും രണ്ടും ഒരുപോലെ. തൻ്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കുന്നു. മലയാളം ബൈബിളിൽ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ്, പക്ഷേ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ RSVയിലൊക്കെ ഉറക്കം കൊടുക്കുന്നു എന്നാണ്. നന്നാ അധ്വാനിച്ചാലും പ്രവർത്തിച്ചാലും ഈ ദൈവത്തിൻ്റെ പിള്ളേരല്ലെങ്കിൽ ഉറക്കം വരാൻ ഭയങ്കര പാടാണ്. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്ക് നല്ല സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഞാനോ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. കാരണം കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലും സന്തോഷം. സ്തോത്രം. അടുത്ത വാക്യം. അപ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? ഈ ധനം നമ്മളിലേക്ക് ഒഴുകുക. ഈ ധനം നമ്മളിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അടുത്ത വാക്യം. ആ ആ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അപ്പം സ്നേഹത്തിൽ വേര് താഴേക്ക് ഊന്നിയിട്ട് അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. അതാണ് പ്രശ്നം. ഈ വീതിയും നീളവും ഉയരവും ആഴവും എങ്ങനെ ഗ്രഹിക്കണം? സകല. അപ്പോൾ ചില വിശുദ്ധന്മാരെ, ഈ കൊരിന്ത്യ സഭയിലെ ആൾക്കാരെയും പൗലോസ് വിശുദ്ധന്മാരെന്ന് വിളിച്ചേക്കുന്നല്ലേ. അപ്പോൾ ചില വിശുദ്ധന്മാരെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, എൻ്റെ കർത്താവെ എങ്ങനെയാണ് ഇവനെയൊക്കെ നീ സ്നേഹിച്ചത്? അപ്പോൾ കർത്താവ് പറയും, എൻ്റെ സ്നേഹത്തിൻ്റെ വീതി അറിയണോ? അവനെ സ്നേഹിച്ചാൽ മതി. അതാണ് അതിൻ്റെ ബ്രെഡ്ത്ത്. ഇവനെയോ? നിനക്കെൻ്റെ സ്നേഹത്തിൻ്റെ വീതി അറിയണ്ടേ? സ്നേഹിച്ച് നോക്കി, അപ്പോൾ മനസ്സിലാവും എന്തായിരുന്നു അതിൻ്റെ പാടെന്ന്. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതി അറിയുന്നത്. വേറൊരുത്തിനെ കാണുമ്പോൾ എൻ്റെ കർത്താവ് ഇത്രയും താഴെയുള്ള കുഴിയിൽ നിന്ന് വരെ നീ ആൾക്കാരെ എടുത്തോ? നീ അങ്ങനെ ഒരുത്തിനെ സ്നേഹിച്ചേ? ഇവനെ തന്നെ സ്നേഹിച്ച് നോക്കി, അപ്പോൾ നിനക്ക് മനസ്സിലാവും എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണ്. ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? കുറേ വിശുദ്ധന്മാർ, കൊള്ളാത്തവരും കൊള്ളുന്നവരും തല്ലുകൊള്ളികളും എല്ലാം നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലേ നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ? ഈ നമ്മളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഏതെല്ലാം ഡൈമെൻഷനിലോട്ട് ഒഴുകുമെന്നുള്ള കാര്യം അറിയണമെങ്കിൽ ഈ വിശുദ്ധന്മാരോട് കൂടി അറിയുന്നത്. ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്, കുടുംബജീവിതത്തിലൊക്കെ. ക്രിസ്തുവിൻ്റെ സ്നേഹം താഴോട്ട് മാത്രം ഒഴുകുന്ന വെള്ളം പോലെയല്ല, താഴോട്ടും മുകളിലോട്ടും വശങ്ങളിലേക്ക് എല്ലാം എല്ലാ ഡയറക്ഷൻസിലോട്ട് ഒഴുകുന്ന പാനീയം പോലെയാണ് യേശുവിൻ്റെ സ്നേഹം. അതിൻ്റെ നീളവും ഉയരവും വീതിയും ആഴവും അറിയാൻ നമുക്ക് ആളുകൾ വേണം, ദുഷ്ടന്മാർ വേണം, നമ്മൾ ഉപദ്രവിക്കുന്നവർ വേണം. അവരുടെ എല്ലാം നടുവിലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ നീളം എന്താ. യൂദാസ്മാർ വേണം, പത്രോസ്മാരും വേണം. ഇന്നൊരു കാര്യം പറഞ്ഞിട്ട് നാളെ വേറൊരു കാര്യം പറയുന്ന പത്രോസും വേണം. നെഞ്ചോട് ചേർന്നിരിക്കുന്ന യോഹന്നാനും വേണം. തരം കിട്ടിയ പൈസ അടിച്ചു മാറ്റാൻ നോക്കുന്ന യൂദാസും വേണം. ഇങ്ങനെയുള്ള എല്ലാ സഹോദരന്മാരും നമ്മുടെ ചുറ്റും ഉള്ളപ്പം നീ പൈസ അടിച്ച് മാറ്റിയല്ലേ നിന്നെ പുറത്താക്കിയിരിക്കുന്നു. സ്നേഹം അറിയാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ കുഴപ്പം. സ്നേഹം അറിയാൻ പറ്റില്ല. സഭ ക്ലീനായിരുന്നു, പക്ഷേ സഭയിൽ ഇയാൾക്ക് എന്തറിയാൻ പറ്റിയില്ല? ഈ യേശുവിൻ്റെ സ്നേഹം യൂദാസിൻ്റെ അടുത്ത് എങ്ങനെ ചെന്നതെന്ന് മനസ്സിലായില്ല. അവനെയൊക്കെ കർത്താവ് നോക്കിക്കോളും. ഡോണ്ട് ബോദർ. നിങ്ങളെ കൃപയുടെ പാത്രങ്ങളായി മാത്രമാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിളിൽ പറയാം. ഈ എക്സാമ്പിൾ പറയുമ്പോഴേ കുറച്ചുകൂടെ രസമല്ലേ ഇത് മനസ്സിലാകുന്നത്. ഞാൻ ഓങ്കോളിൽ ഞങ്ങൾ സുവിശേഷ വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ചർച്ചിൽ ഒരു എൽഡർ, ഒരു മൂപ്പൻ ഇത്തിരി പ്രശ്നമായിരുന്നു. പ്രശ്നം പറഞ്ഞാൽ നമ്മളോടൊന്നും പ്രശ്നമൊന്നുമില്ല, ഭയങ്കര ഡീസൻ്റാണ്, ജെൻറ്റിൽമാനാണ്. പുള്ളി ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. പക്ഷേ പുള്ളിക്ക് 5 പിള്ളേരുണ്ട്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല. പൈസ വരും, ചിലവാക്കും, അവിടെ നിന്ന് കടം മേടിക്കും. സഹോദരങ്ങളെ, പുള്ളിയുടെ സ്കൂളിലെ പിള്ളേരുടെ കയ്യിൽ നിന്ന് വരെ പുള്ളി കടം മേടിച്ചു. പ്രിൻസിപ്പൾ ഒന്ന് ആലോചിക്കണം അവസ്ഥ. അവസാനം ഇതെല്ലാം അറിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് പുള്ളിയെ പുറത്താക്കി, പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചു. പ്രൈവറ്റ് സ്കൂളാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഇവർ വരുന്നുണ്ട്, ജോലി പോയ കാര്യം ഇവർ പറയുന്നില്ല. ഞങ്ങളുടെ പിള്ളേരാരവിടെ പഠിക്കുന്നില്ലാത്തതുകൊണ്ട്, ആ സ്കൂളിൽ പഠിക്കുന്നില്ലാത്തതുകൊണ്ട് ഇവരുടെ ജോലി പോയ കാര്യം ഞങ്ങൾ അറിയുന്നുമില്ല. 1 മാസമായി, 2 മാസമായി ഇവരാരോട് സംഭവം പറയുന്നില്ല. 3-ാമത്തെ മാസമാണ് ഞങ്ങൾ അറിയുന്നത് ഇവരുടെ ജോലി പോയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, സഭയെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ, നിങ്ങൾ ചിലപ്പോൾ വെണ്ടയ്ക്കായിരിക്കും വാങ്ങിക്കുന്നത്, 1 കിലോ നിങ്ങൾ വാങ്ങിക്കുമ്പം 1/2 കിലോ ഇവർക്ക് വാങ്ങിക്കും. അങ്ങനെ നമ്മൾ കൂട്ടി വെച്ച്, ആരുടെയൊക്കെ പൈസ ഇല്ല, അപ്പോൾ ചെറിയ കോൺട്രിബ്യൂഷൻസൊക്കെ പറ്റുള്ളൂ. അങ്ങനെ എപ്പോൾ എന്ത് സാധനം വാങ്ങിച്ചാലും നിങ്ങളൊരു അഡീഷണൽ പർച്ചേസ് ഇവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുക.
അപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, ഇയാൾ ഇത്രയും തല്ലിപ്പൊളിയാന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ഇയാൾ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം പൈസ കൊടുത്ത് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത്. ദൈവം അവനെ ശിക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കയറി ദൈവത്തിൻ്റെ ആ ഡിസിപ്ലിനിങ്ങിൻ്റെ ഇടയിൽ നമ്മളെന്തിനാണ് ഇടപെടുന്നത് ഞാനോട് ചോദിച്ചു. ഒരു നിമിഷത്തേക്ക് ഞാനൊന്ന് പതറി, എന്ത് പറയണം. പക്ഷെ പെട്ടെന്ന് കർത്താവ് എനിക്കൊരു ഉത്തരം തന്നു. ഞാൻ പറഞ്ഞു, ആ സഹോദരന് പറഞ്ഞു, 2 മാസം നമ്മൾ അറിഞ്ഞില്ലല്ലോ, അതായിരുന്നു ദൈവത്തിൻ്റെ ശിക്ഷണകാലം. ശിക്ഷണകാലം കഴിഞ്ഞപ്പോൾ കർത്താവ് കൃപാപാത്രങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ശിക്ഷിക്കാനും കത്തിക്കാനും ഓടിക്കാനുള്ളവരല്ല. ദുഷ്ടന്മാരോടും കരുണ കാണിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നതിന് കൃപാപാത്രങ്ങളാണ്. വലിയ പാപങ്ങളിൽ നിന്ന് ക്ഷമിക്കപ്പെട്ട, പാപങ്ങളുടെ കണക്കുകൾ എഴുതിത്തള്ളപ്പെട്ട, കനിവ് കൊണ്ട് മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിവർന്നു നിൽക്കുന്ന കൃപാപാത്രങ്ങളുടെ കയ്യിലേക്ക് അവരെ ഏൽപ്പിക്കുന്നത് അവരെ പിന്നെ ശിക്ഷിക്കാനല്ല, അവരുടെ ശിക്ഷാവിധി തീർന്നു എന്ന് നമ്മളോട് പറയാൻ വേണ്ടിയാണെന്നുള്ളത്. ഞാനത് മനുഷ്യൻ്റെ വിവേകത്തിൽ പറഞ്ഞല്ല, എനിക്ക് അത്രയും ചിന്തിക്കാനൊന്നും ആ സമയത്ത് പറ്റിയില്ലായിരുന്നു. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങളെ കരുണ കാണിക്കാനല്ലാതെ വേറൊന്നിനും വിധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സഭയിൽ ശിക്ഷണം വേണ്ടേ? ശിക്ഷണം വേണം. ശിക്ഷണം സഭയ്ക്ക് നടത്താനുള്ള അധികാരമുണ്ട്. അത് സഭയിൽ ഒരാളല്ല, സഭയ്ക്ക് അത് നടത്താനുള്ള അധികാരമുണ്ട്. സഭ അത് ചെയ്യുകയും ചെയ്യണം. പുറത്ത് നിർത്തേണ്ടവനെ പുറത്ത് നിർത്തണം. പക്ഷെ അപ്പോഴും സ്നേഹത്തോടെ അവനോട് ശുശ്രൂഷിക്കണം. അവനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അവനെ കട്ട് ചെയ്ത് ദൂരെ കളയാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ഒന്നും അറിയാൻ പറ്റില്ല. നഷ്ടം നമുക്ക്, അവർക്കല്ല. അവർ ചിലപ്പോൾ നരകത്തിൽ പോകുള്ളായിരിക്കും. പക്ഷെ അവരെ വെച്ച് നമുക്ക് കുറച്ച് സമ്പാദിക്കാമായിരുന്നു. യേശുവിൻ്റെ ധനം അവരെ വെച്ച് നമുക്ക് കുറച്ച് ധനം സമ്പാദിക്കാമായിരുന്നു. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരു ദിവസം തീരാൻ പോവാ. ഒരു ദിവസം എൻ്റെ ഭാര്യയെ ഞാനിങ്ങനെ ഞാൻ ചിന്തിക്കുക ഭാര്യ ചിന്തിച്ചോ എനിക്കറിയാൻ മേല. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഭാര്യയ്ക്ക് ഭയങ്കര ഉടക്കാം. പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇത് 2-3 വർഷം മുമ്പാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ കർത്താവ് ഇതിങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ, ഇതെന്തൊരു ക്രൈസിസാണ് കർത്താവേ, ഇതിങ്ങനെ പോയാൽ എന്ത് ചെയ്യും ഞാൻ വിചാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അഗപ്പേന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് നോക്കാതെ അങ്ങോട്ട് സ്നേഹിച്ചോണം അല്ലേ. ഞാൻ പറഞ്ഞു, ഓക്കെ, സ്തോത്രം കർത്താവേ, ഇപ്പം നീ എന്നെ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുക അല്ലേ. ശരി എന്നാൽ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ട് ചോദിക്കുക, നിങ്ങളെങ്ങനെ ഇത്ര നന്നായത്? ഞാൻ പറഞ്ഞു, ഞാൻ നന്നായതല്ല, കണ്ടീഷൻസ് ആവശ്യമില്ല എന്ന് കർത്താവിനോട് പറഞ്ഞതാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതുവരെ ഇല്ലാതിരുന്നൊരു സ്ട്രഗിൾ. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. നീളവും വീതിയും ഉയരവും ആഴവും അറിയാൻ നമ്മുടെ വീട്ടിൽ തന്നെ ആൾക്കാരെ വെച്ചിട്ട് കർത്താവ് പറയാം, പ്രാർത്ഥിക്കണം, നിനക്കതിനുള്ള ധനം ഞാൻ തരാം, ചോദിച്ച് മേടിച്ചോ, എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോ, നിനക്ക് വേണ്ടി ഇതെല്ലാം സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്, നീ അതിൻ്റെ ഇതിൻ്റെ പുറകാതെ നടക്കാതെ നിത്യജീവനിലേക്കുള്ള ധനം സമ്പാദിച്ചോ. സന്തോഷം. എന്ത് ഭയങ്കര ധനമാണെന്നറിയോ അത്. നിങ്ങൾക്കത് എൻജോയ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അടുത്ത വാക്യം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയണം. അപ്പം മനുഷ്യൻ്റെ പരിജ്ഞാനം പറയാം, ഇത്തിരി പരിജ്ഞാനത്തോടെ വേണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ. അന്ന് അവരോട് സുവിശേഷം പറയേണ്ട കാര്യം പറഞ്ഞപ്പോഴും ആൾക്കാർ പറഞ്ഞു, പരിജ്ഞാനത്തോടെ വേണം കേട്ടോ. എന്നോടൊരാൾ പറഞ്ഞു, ചേസ് നിങ്ങൾ പ്രസംഗിക്കുമ്പം പ്രാവിനെ പോലെ നിഷ്കളങ്കരാകുന്ന കാര്യം പറയുന്നുണ്ട്, പക്ഷേ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാവണം എന്നുള്ള കാര്യം ഇവിടെ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഇത്തിരി പാടാണ്. കാരണം അങ്കിളൊന്ന് പറയാം, ഈ പാമ്പിൻ്റെ ബുദ്ധി എന്താന്ന്. പാമ്പാണോ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ച് തന്നത്? പാമ്പിന് വല്ല ബുദ്ധിയുണ്ടോ? അതിന് ശരിക്കും ഒരു ബ്രെയിൻ പോലും ഇല്ല. പിന്നെ എന്തോ ഈ ബൈബിളിൽ ഈ പാമ്പിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞേക്കെന്നറിയോ? ഈ പാമ്പിനെ പിടിക്കണമെങ്കിൽ വാവാ സുരേഷൊക്കെ വരണം. നമ്മൾ വിചാരിച്ചാലും തന്നെ കിട്ടുക. ഇതിന് രക്ഷപ്പെട്ടു പോകാൻ ഭയങ്കര സ്കില്ലാണ്. അതിന് ബുദ്ധിയുമില്ല, വിവേകവുമില്ല, പക്ഷേ അതിനെ പിടുത്തം കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതാണ് ശരിക്കും വിവേകം. നമ്മളെ ചതിക്കുന്നു എന്ന് കാണുമ്പം പാപം ചെയ്യാതെ രക്ഷപ്പെടാനുള്ള ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ആദിമസഭ ആദ്യം പ്രാവിനെ പോലെ ആയിരുന്നു. ഒരു 250-300 വർഷം ആർത്ത് മുറിക്കുമായിരുന്നു. പ്രാവിനെ പോലെ നിന്ന് കൊടുത്തു, മുറിച്ചോ. 350 വർഷം കഴിഞ്ഞപ്പോഴേക്കും രാജാക്കന്മാരെല്ലാം കൂടെ കൂടി, രാഷ്ട്രീയക്കാരെല്ലാം സ്റ്റേജ് വരാൻ തുടങ്ങി. അപ്പോൾ ഈ പാവം സഭയ്ക്ക് ബുദ്ധി ഉണ്ടായില്ല, ഇത് പാമ്പാണെന്നും അപകടമാണെന്നും സൂത്രത്തിൽ മുങ്ങണമെന്നും മനസ്സിലായില്ല. ആ രാജാക്കന്മാരുടെ എംബ്രേസിൽ ഇതങ്ങ് നിന്ന് കൊടുത്തു. പ്രാവിനെ പോലെ പോകേണ്ടടുത്തെല്ലാം പോയി, മരിച്ചു. അന്ന് ഭയങ്കര പവറുമായിരുന്നു. പക്ഷേ എപ്പോൾ രക്ഷപ്പെടാനുള്ള ബുദ്ധി കാണിച്ച ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ അതാ. ഉപദ്രവം വരുമ്പോൾ നമ്മളെല്ലാം പ്രാവിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കും, അത് ശരിയാണ്. പക്ഷേ
സൂത്രക്കാരൻ കെണി വയ്ക്കുമ്പം നമ്മളെ സൂത്രക്കാരനെ കെട്ടിപ്പിടിക്കും, കെണിയിലോട്ട് പോയി ചാടും. ലോകം നമ്മളെ മാടി വിളിക്കുമ്പം ആ രക്ഷപ്പെടാനുള്ള സൂത്രം, പാപം ചെയ്യാതെ രക്ഷപ്പെടാനുള്ള സൂത്രം നമ്മൾ മറന്നുപോകും. ഇതാ അവിടെ പറയുന്നത്. പരിജ്ഞാനം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ബുദ്ധി ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങളുടെ പഴയ മനുഷ്യൻ്റെ ബുദ്ധി ദൈവത്തിന് വേണോ? നോ, അത് അപമാനം. അവൻ എല്ലാ ബുദ്ധിയുടെയും അവസാനം മനുഷ്യൻ്റെ ബുദ്ധി അവൻ അബലമാക്കിയിരിക്കുക. അവന് നിങ്ങൾ എന്തുപദേശം കൊടുക്കും? എന്നെ ബുദ്ധി ഉപദേശിക്കുന്നവനാർ? എനിക്ക് മന്ത്രിയായിരുന്നവനാർ? നീ എനിക്ക് വിവേകം പറഞ്ഞു തരുമോ? പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം. മനുഷ്യൻ പറയുക അവനെ സ്നേഹിച്ചോ നന്നാവില്ല കേട്ടോ, നല്ല നോ, പരിജ്ഞാനം അതായിരിക്കും പറയുന്നത്. പക്ഷേ സ്നേഹം പറയുന്ന ഇതാ. അടുത്ത വാക്യം തീരാൻ പോവാണ്, 2 മിനിറ്റ്. ഇവിടെയാണ് പ്രശ്നം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും. അപ്പോൾ കർത്താവ് ഇതെല്ലാം സമ്പാദിച്ചിട്ടുണ്ട്. അവനിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നുണ്ട്. ഞാൻ അവനിൽ ഇരിക്കുന്നിടത്തോളം കാലം സമ്പൂർണ്ണനാണ് താനും. പക്ഷെ അവൻ എന്നിൽ വന്ന് എന്ത് നേടണം? ഈ സമ്പൂർണ്ണതയെല്ലാം എന്നിൽ നിറയ്ക്കണം. അത് ഈ ലോകത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ദൈവത്തെ പോലെ സമ്പൂർണ്ണരായിട്ട് വരുമെന്ന്? വിചാരിക്കുന്നുണ്ടോ? ഇവിടെ പറയാണ്, നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോ, കർത്താവേ നിൻ്റെ സർവ്വസമ്പൂർണ്ണത എന്നിൽ വരണേ. പക്ഷെ നിങ്ങൾക്ക് അത്രയും ചോദിക്കാനുള്ള ഗട്ട്സ് ഉണ്ടാവില്ല. ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ നിറവിനെ കൊണ്ട് നിറയ്ക്കുവാൻ, അല്ലാതെ പുതിയ കാറിനെ കൊണ്ടല്ല, ദൈവത്തിൻ്റെ നിറവിനെ കൊണ്ട് നിറയ്ക്കുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ ശക്തിയാൽ കഴിയുന്നവന് സ്തോത്രം. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ നടന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു തേജസ്സിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ ദൈവിക നിറവുകളുള്ളവരായി നമുക്ക് ഇവിടെ ജീവിക്കാനും സ്വർഗത്തിൽ അതിൻ്റെ തേജസ് പ്രാപിക്കുവാനും നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ കിട്ടിയോ പ്രിയ സഹോദരങ്ങളെ? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ മണിക്കൂറുകളില്ല, മിനിറ്റുകളില്ല, ടൈമില്ല. സോ ഡീപ്പ് എല്ലാ സമയത്തും നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഞരക്കം, കർത്താവെ നിന്നെ പോലെ, നീ എനിക്ക് പകരം, ലൈക്ക് യു ഇൻ മീ. നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണയാലെ കൃപയാലെ ദൈവമേ, മൃഗങ്ങളെപ്പോലെ ഇരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സന്നിധി നിൽക്കുന്നു കർത്താവെ. അത് ഞങ്ങളുടെ കയ്യിൽ അവിടെ നിന്ന് പിടിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ഒരു നന്മയും അവകാശപ്പെടാനില്ല. അങ്ങയുടെ ധനത്തിലേക്ക് പോലും നോക്കാൻ, അങ്ങയുടെ വിയർപ്പും രക്തവും എല്ലാം ഞങ്ങൾ കർത്താവെ മനസ്സിലാക്കി. പക്ഷെ അങ്ങോട്ട് നോക്കാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഈ ലോകത്തിൽ പൂണ്ട് കിടക്കുന്ന ഞങ്ങളെ കർത്താവെ, അങ്ങയുടെ കൃപയാൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ, ആത്മാവിൻ്റെ വലിയ ഒഴുക്ക് കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരുവാൻ, ജീവിപ്പിക്കുവാൻ, ജീവനെ നിലനിർത്തുവാൻ, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ നടത്തുവാൻ അവൻ കരുണയുണ്ടാകണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.